വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. പ്രാർത്ഥനയോടായിരിക്കുക. ഈ വചനത്തിന്റെ ആത്മീക മർമ്മങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് പ്രാർത്ഥനയോടായിരിക്കുക. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഏവനും തീപ്പൊയ്കയിൽ തന്നെ. കരുണയുള്ള കർത്താവേ, എന്തായാലും അങ്ങ് ജീവപുസ്തകത്തിൽ ഓരോ സമയത്തും ഓരോ ഉണർവ് യോഗത്തിനും പേരെഴുതുന്ന ഒരു സമ്പ്രദായം ബൈബിളിൽ കാണുന്നില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അങ്ങ് ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർത്തവരായ നമ്മെ ആ പേര് നിലനിൽക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. അവിശ്വാസത്തിൽ വീണു പോകാതിരിക്കാൻ നമ്മെ സഹായിക്കണമേ. കരുണയുള്ള കർത്താവെ, തോറ്റുപോയാൽ ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ക്കും. ജയിക്കുന്നവന്റെ പേർ ജീവപുസ്തകത്തിൽ മായ്ക്കുകയില്ല എന്നൊക്കെ പറയുന്നു. കരുണയുള്ള കർത്താവെ, എന്താണ് ഇന്ന് കർത്താവിന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത്? ഞാൻ ദൈവവചന പ്രകാരം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്? ക്രിസ്തുവിൽ ആശ്രയിച്ച് എത്ര എളിമയോടും താഴ്മയോടുകൂടി പോകുന്നവൻ മാത്രമേ വിജയം കൈവരിക്കുകയുള്ളൂ എന്ന കാര്യങ്ങളും കർത്താവെ അങ്ങ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ ആയിരിക്കാൻ സഹായിക്കണമേ. ഓരോ തവണയും വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കും, ഇനി എന്ത് തന്നെ വന്നാലും ഇതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകില്ല. കാരണം എളിമ ധരിക്കാതെ ഒരു വ്യക്തിയെ സ്വർഗരാജ്യം പ്രാപിക്കില്ല. ഇത് 100 വട്ടം കേട്ടിരിക്കുന്നു. എന്നാൽ ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നാം തോറ്റുപോകുന്ന കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ പ്രചോദനത്തോടുകൂടി ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, വചനം പറയുന്നു, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാത്തവരല്ലല്ലോ. ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാചിനെ ജയിക്കുവാൻ കരുണയുള്ള കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ പ്രേരണ നമുക്ക് വേണം. അങ്ങയുടെ ആത്മാവിന്റെ വഴി നടത്തൽ വേണം, കൃപ വേണം. ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ തിരുവചനത്തിലൂടെ എൻ്റെ ആത്മീക മനുഷ്യന്റെ, അകത്തെ മനുഷ്യന്റെ ശക്തിയോടുള്ള വളർച്ചയ്ക്ക് ക്രിസ്തേശുവിലെ ഭാവത്തോടുകൂടി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് നമ്മെ വിളിച്ച വിളിയുടെ ആശ ഇന്നത് തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നീരായി, അഭിഷേകമായി, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി, ക്രിസ്തുവിന്റെ പത്രമായി ക്രിസ്തുവിനെ വായിച്ചെടുക്കുവാനുള്ള ഒരു ജീവിതം, അതാകുന്നു ഫലം. ആ ഫലമില്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയവരുടെ കൂട്ടത്തിലാകുന്നു. അത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതാണ്. ആറ്റിന്റെ ആറെന്ന് പറയുമ്പോൾ അത് ജലമുള്ളതാണ്. ജലം വചനമാകുന്നു. വചനത്തിൽ വേരൂന്നി ക്രിസ്തു ആവുന്ന തലയോളം ഉയരത്തിൽ വളരുവാൻ വിളിച്ചിരിക്കുന്നത് ആറ്റരികത്തത് നട്ടിരിക്കുന്നതാണ്. അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായിരിക്കും. ഇലയാകുന്നു അത് ആഹാരം പാചകം ചെയ്യുന്നത്. അത് ആത്മാവാകുന്നു. ആ ആത്മാവിനാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകളെ വേർതിരിച്ചു തന്നുകൊണ്ട് ആത്മീക മനുഷ്യനെ ഘോഷിപ്പിക്കുമ്പോൾ അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതാകും. അതായത് കർത്താവിന്റെ വരവിൽ മാത്രം ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമല്ല. എല്ലാ സമയത്തും ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം വെളിപ്പാട് കേൾക്കുമ്പോൾ അത് അതിനുള്ള ഫലം കായ്ക്കുക തന്നെ ചെയ്യും. അതിൽ ഫലമില്ലാതിരിക്കുകയില്ല. ഫലമില്ലാത്തതിനാണ് കർത്താവ് ശപിച്ചു കളഞ്ഞത്. എന്നാൽ തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആ വ്യക്തിയാണ് മരം എന്ന് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിയുടെ ആത്മീക വളർച്ചയ്ക്ക് എപ്പോഴും ആത്മാവിന്റെ ഒരു പരിവേഷം വേണം. ദൈവിക വചനത്തിന് വെളിപ്പാട് വേണം. ഇല അത് തളിർത്തതായിരിക്കണം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന കരുണയുള്ള കർത്താവെ, ദൈവാത്മാവിനാൽ പ്രേരിതമായിക്കൊണ്ട് ക്രിസ്തുവിന്റെ പത്രമായി മറ്റുള്ളവർക്ക് ക്രിസ്തേശുവിന്റെ ഭാവത്തോടുകൂടി ജീവിപ്പാൻ കരുണയുള്ള കർത്താവെ നമ്മെ സഹായിക്കണമേ. ഇന്ന് ഈ തിരുവചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുന്ന ഓരോ വചനവും അതിന്റെ ആഴങ്ങൾ, വെളിപ്പാടുകൾ ഗ്രഹിപ്പാൻ, വചനം ഞങ്ങൾ വായിക്കുന്നു, ഞങ്ങളുടെ ഹൃദയത്തിലും നാവിലും ഇരിക്കുന്നു. എന്നാൽ വെളിപ്പാടോ അത് ക്രിസ്തുവിലാകുന്നു. നാം ക്രിസ്തുവിലായിക്കൊണ്ട് അഭിഷേകത്തോടുകൂടി ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ വളരുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇരിക്കാം എല്ലാവർക്കും.
ഹല്ലേലൂയ. ഗ്ലാസ് ബാക്കിൽ വേറെ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് എടുത്ത് വെള്ളം അവിടെ കൊണ്ടുവന്നു അവിടെ പേരിക്കും. ഓ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വചനം ആരെങ്കിലും വീട്ടിൽ പോയി ധ്യാനിച്ചോ? എന്താണെന്ന് പലതവണ കേൾക്കാനെങ്കിലും താല്പര്യം കാണിച്ചോ? കാര്യം, നാം ക്രിസ്തുവിലായാൽ നമ്മുടെ വളർച്ച മുഴുവനും ക്രിസ്തുവിലാകുന്നു. നാമും ആ വചനത്തോടുകൂടെ ചേർന്ന് ആ വചനത്തിൽ തന്നെയാകുന്നു ജീവിക്കേണ്ടത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവ് വെട്ടി തീയിലിടും. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞായറാഴ്ച വന്നിട്ട് ഇതുവരെ ലോകപ്രകാരമാണ് നമ്മൾ വളർന്നതെങ്കിൽ ദൈവത്തിൽ കായ്ച്ചതല്ല. സ്തോത്രവും പ്രാർത്ഥനയും വചനവായനയും ധ്യാനവും നമുക്ക് ലഭിക്കുന്ന ഈ മന്നയും ഇത് തന്നെ ധ്യാനിക്കണം. ഇതിലാണ് നാം വളരുവാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്നവരും സംഘടനാ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് നാമാണ് ഇപ്പോഴും സംഘടനാ സഭയിൽ ഇരിക്കുന്നതിൽ ജീവപുസ്തകത്തിൽ പേരുള്ളവരുണ്ടാകാം. അവരെ തേടിയാണ് നാം പോകുന്നത്. വാസ്തവത്തിൽ ജീവപുസ്തകത്തിൽ പേരുള്ളവരാണെങ്കിൽ കാലത്തികവിൽ എപ്പോഴായാലും ദൈവം അവരുടെ അടുക്കൽ സന്ദേശം എത്തിച്ചിരിക്കും. അത് ആരിലൂടെയാണെന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മതി. നമ്മുടെ അടുക്കിലേക്ക് സുവിശേഷമായി, അതായത് ഈ കാലത്തിന്റെ സത്യസുവിശേഷവുമായി വന്ന വ്യക്തി വരുന്നതിന് മുമ്പ് നമുക്ക് ആ വ്യക്തിയെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, പലപ്പോഴും ഉണ്ടായിരിക്കില്ല. ഉണ്ടായിരുന്നാൽ തന്നെ ഈ വക കാര്യങ്ങൾ സംസാരിച്ചിട്ടുമില്ല. ദൈവത്തിന്റെ നിയോഗപ്രകാരം കർത്താവ് ഒരു വ്യക്തിയെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിട്ട് ആ കേൾക്കുന്നത് ആ വ്യക്തിയുടെ ശബ്ദമല്ല, നമ്മൾ കേൾക്കുന്നത് ദൈവശബ്ദമായിട്ട്. അതാണ് ആടുകൾ. കാലത്തികവിൽ കാലത്തിന്റെ ദൈവീക വചനവും കാലത്തിന്റെ ദൈവീക വെളിപ്പാടുമുണ്ട്. അതറിയാലോ. ഓരോ കാലത്തിലും ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കാലത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് എന്ത് എന്ന് തിരിച്ചറിയണം. ആ വെളിപ്പാട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് അതത് കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി. ആമേൻ. അതെങ്ങനെ മനസ്സിലാക്കാം? യേശു വരുന്ന സമയത്ത്, ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. യേശു വരുന്ന സമയത്ത് അവർക്ക് എഴുതപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, ചുരുളുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ കാലത്ത് അത് വിശ്വസിച്ചാൽ മതി, മറ്റൊന്നും പറയണ്ട, കേൾക്കണ്ട. എന്നാൽ അവരുടെ വേദഗ്രന്ഥത്തിൽ തന്നെ ഉണ്ടായിരുന്നു മശിഖ. മശിഖ എന്ന് വെച്ചാൽ ആരാണ്? രക്ഷിക്കാൻ വരുന്നവൻ. രക്ഷിക്കാൻ വരുന്നത് ആരാണ്? അവരുടെ വേദഗ്രന്ഥ പ്രകാരം യെശയ്യാപ്രവാചകൻ 43:11 വായിച്ചു നോക്കുക. യഹോവ തന്നെ, ഞാൻ അല്ലാതെ മറ്റൊരു രക്ഷിതാവും ഇല്ല. അപ്പൊ അവർക്ക് യഹോവയെ മാത്രം അറിയാവുന്ന, സൃഷ്ടികർത്താവായ ദൈവത്തെ മാത്രം വിശ്വസിച്ച് ആരാധിച്ചിരുന്ന ദൈവം അവരോട് പറഞ്ഞു, യെശയ്യാപ്രവാചകൻ 43:11, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ മറ്റൊരു രക്ഷിതാവുമില്ല എന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ വരുന്നതോ യെശയ്യാപ്രവാചകൻ 25:9 പറയുന്നു, ദൈവം തന്നെ വന്ന് നിങ്ങളെ ഇറങ്ങി വന്ന് എന്ന് പറയുന്നത്, വന്ന് നിങ്ങളെ രക്ഷിക്കും. അവന്റെ നാമം യഹോവ എന്ന് തന്നെ. പക്ഷെ ആ വെള്ള ഫാൻ ഓഫ് ചെയ്യും സിസ്റ്റർ. ബാക്കിൽ ഫാൻ ഇട്ട് കുഞ്ഞിനെ ഇപ്പുറത്തിരിക്കുള്ളൂ. അത് സൗണ്ട് ബെയറിംഗ് പോയ ഫാനാണത്. അതുണ്ട് ലൈറ്റ്, കറുത്ത സ്വിച്ച്. ഇനി അപ്പുറത്ത് അവിടെ കാറ്റ് കിട്ടും. ബാക്കിലെ അമ്മ ഇരിക്കുന്നതിൻ്റെ അടുത്തൊരു ഫാൻ ഉണ്ടല്ലോ, അത് ഇട്ടാൽ അവിടെ കാറ്റ് കിട്ടും. അതിൻ്റെ അടുത്ത് കുഞ്ഞിനെ വെച്ചാൽ അവിടെ ഇരിക്കും സിസ്റ്റർ. അത് ബെയറിംഗ് പോയ ഫാനാണ്, അതിന് സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇനി ശ്രദ്ധിക്കണം. അപ്പോ ഇത് മനസ്സിലായി, ഇതൊരു ബേസിക് തത്വമാണ്. ഇത് അറിഞ്ഞൂടാത്തവരാണ് കത്തോലിക്ക് മുതൽ പെന്തക്കോസ്ത് വരെയും. നമ്മളും അങ്ങനെ ആയിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ജീവപുസ്തകത്തിൽ പേരുള്ളവര് എവിടെ ഉണ്ടായിരുന്നു? സംഘടനാ സഭയിൽ, മതതത്വ സംഹിതയിലിരുന്നു. അവിടെ നിന്ന് കർത്താവ് നമ്മെ പുറത്തേക്ക് വിളിച്ചെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവൂ. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു മർമ്മപ്രധാനമായ കാര്യമാണ് പറയുന്നത്. അതിന്റെ ഉദാഹരണം പറയുന്ന പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന് ഓരോ കാലത്തും ഓരോ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം തിരിച്ചറിയുന്നവരാണ് ആ കാലത്ത്, എല്ലാ കാലത്തിന്റെ അല്ല. ഇപ്പൊ നോഹയിലൂടെ സുവിശേഷം അറിയിച്ചപ്പോ നോഹ പറഞ്ഞ് കേൾക്കുന്നവൻ മാത്രമാണ് അന്ന് രക്ഷയിൽ വരുന്നത്.
മോശയെ ഉപയോഗിച്ചപ്പോൾ മോശയോട് പറഞ്ഞത്, പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും യോഹന്നാൻ സ്നാപകനെയും യേശുവിനെയും ഇപ്പൊ പ്രവാചകന്മാരെ അറിയിച്ചപ്പോഴും മോശയെ അറിയിച്ചപ്പോഴും ഞാൻ പഴയ നിയമം വായിച്ച് രക്ഷപ്പെട്ടോളാം ഇന്ന് നടക്കുവോ? ഇല്ല. കാര്യം ഈ യഹോവയായ ദൈവം തന്നെ ശരീരത്തിൽ വന്നതാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യഹോവ വ്യക്തമായി പറഞ്ഞത്, ആവർത്തന പുസ്തകം 18 പറഞ്ഞത്, നിന്നെ പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. എന്നിട്ടോ അവൻ സൈലന്റ് ആണ്. എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കി എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വചനം യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ ചോദിക്കും. ആവർത്തന പുസ്തകം 18-19. അപ്പം വചനം കൊടുക്കുന്നത് യഹോവ, ചോദിക്കുന്ന യഹോവ, സകലതും യഹോവ. അപ്പൊ മശിക വരുമ്പോൾ കേൾക്കണം. മശിക എന്ന് വെച്ചാൽ യഹോവ രക്ഷകനാണ്. വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാവരും ഇത് പഠിപ്പിക്കാറില്ല. സംഘടനാ സഭയൊക്കെ ഒരുവിധം പറയും. ഫോൺ ഓഫീസിൽ ശക്തമായി പഠിപ്പിച്ചാൽ പെട്ടെന്നൊന്ന് ക്ലിക്കാവും. യഹോവ രക്ഷകൻ. യെശയ്യാപ്രവചനം 25:9 വായിച്ചു നോക്കുക. ദൈവം തന്നെ ഇറങ്ങി വരുന്ന രക്ഷിക്കും, അവന്റെ നാമം യഹോവ എന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു രക്ഷിതാവും ഇല്ല എങ്കിൽ ശരീരത്തിൽ വന്നപ്പോൾ വേറെ എന്ന് തോന്നുന്നുവെങ്കിൽ അത് തെറ്റായ പഠിപ്പിക്കലാണല്ലോ. ഒന്നുകിൽ ദൈവം ശരി, അല്ലെങ്കിൽ പുരോഹിതൻ ശരി. പുരോഹിതൻ മനുഷ്യർ എപ്പോഴും തെറ്റാ, ദൈവം മാത്രം സത്യവാൻ. വചനം, ആമേൻ. വചനത്തിലേക്ക് നോക്കുമ്പോൾ യഹോവ തന്നെ വരും. വന്ന രൂപവും ഭാവവും ഒക്കെ വേറെ ആയിരിക്കാം. അപ്പൊ രക്ഷിതാവ് ആരാണ്? തീത്തോസിൽ പറയുന്നത് നമ്മുടെ രക്ഷിതാവായ ദൈവം. വേറെ രക്ഷിതാവായ യേശു ക്രിസ്തു. സിസ്റ്റർ ഓഫ് ചെയ്ത് വെക്കൂ. അപ്പൊ യേശു ക്രിസ്തു ദൈവം എന്ന് ബൈബിളിൽ വചനം കാണിച്ചു താന്ന് ചോദിക്കുന്നോട് പറയണം, ഒറ്റ വാക്യം, യേശു ക്രിസ്തു രക്ഷിതാവെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതെ. എങ്കിൽ രക്ഷിതാവായ ദൈവം എന്നും പറഞ്ഞിട്ടുണ്ട്. വേറൊരു ദൈവം ഇല്ല എന്നും പറയുന്നുണ്ട്. യഹോവയാണ് രക്ഷിതാവെന്നും പറയുന്നുണ്ട്. നോക്കൂ, നമ്മളോട് ചോദിക്കാൻ വരുന്നവർ പലരും ചോദിച്ച് നമ്മളെ കുരുക്കാം. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വചനം കാണിച്ചിട്ട് അവൻ സൈലന്റ് ആവും. വേറൊരു ചിന്ത പോലും, അവന്റെ ശബ്ദം പോലും പുറത്തു വരില്ല. രക്ഷിതാവായ യേശു ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നു. രക്ഷിതാവായ ദൈവം. തീത്തോസൊക്കെ വായിച്ചു നോക്കുക. ദൈവം രക്ഷിതാവ്, യേശു ക്രിസ്തു രക്ഷിതാവ് ഇനി എഴുതണോ? രക്ഷിതാവ്. അപ്പോ മശിക വരുമ്പോൾ കേൾക്കണം എന്ന് പറഞ്ഞ വേദഗ്രന്ഥം, അതായത് മത്തായി, മാർക്കോസ് അവരുടെ ഗ്രന്ഥത്തിൽ ഇല്ല. അത് വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ഇന്നലെ ഈ കാര്യം സംസാരിച്ചു. മത്തായി, മാർക്കോസിൽ അത് പ്രവാചകന്റെ പുസ്തകം പേര് പുസ്തകത്തിൽ ഇല്ലല്ലോ എന്ന് ബ്രദർ ചോദിച്ചപ്പോൾ ഞാൻ അത് പഠിപ്പിച്ചു. അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഓരോ കാലത്തും ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരുടെ പേരുകൾ അവർ ജീവിച്ചിരുന്ന, അപ്പൊ ഒരു വ്യക്തി ഇപ്പൊ എന്നെ നോക്കിയാ, ഞാൻ എന്ന വ്യക്തിയെ ദൈവം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വേദഗ്രന്ഥമുണ്ട് പഴയ നിയമകാലത്ത്. ആ ഗ്രന്ഥത്തിൽ ഈ നിൽക്കുന്ന വ്യക്തിയുടെ പേരുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു ചരിത്രം ഇന്നു വരെ ബൈബിളിലില്ല. ആ വ്യക്തി ശുശ്രൂഷിച്ച് ആ കാലങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാ നിയോഗത്താൽ ആരെങ്കിലും എഴുതി വെച്ചിട്ട് അതുകൂടെ ചുരുളുകളായി ജനത്തിന്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് മുൻകാലത്തിൽ ഇങ്ങനെ ഒരാൾ ശുശ്രൂഷിച്ചിരുന്നു എന്നറിയുന്നത്. അതുപോലെ തന്നെ വില്യം മാരിയം ബ്രൺഹാമിലും. പക്ഷെ ബൈബിളിൽ എന്തുണ്ട്? അടയാളം ഉണ്ടായിരിക്കും. എന്താണ് അടയാളവും വെച്ചിട്ട് ശബ്ദവും വെച്ചിരിക്കുന്നത്? അടയാളം വെച്ചിരിക്കുന്ന അവിശ്വാസിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കന്യക ഗർഭിണിയ ഒരു മകനെ പ്രസവിക്കും, അതൊരു അടയാളം. നമുക്ക് യേശു വന്ന് ചെയ്യുമ്പോൾ ശുശ്രൂഷ എന്താണ്? കുരുടന് കാഴ്ച നൽകും, ബദ്ധന്മാർക്ക് വിടുതൽ നൽകും, ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കും, പീഡിതന്മാരെ വിടുവിച്ചയക്കും, പിന്നെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതെല്ലാം ആക്ഷരികമായുള്ള വചനമാണ്. ആക്ഷരികമായി നോക്കിയിരിക്കും. കുരുടൻ കാഴ്ച പ്രാപിക്കുന്നുണ്ടോ? ചെകിടൻ കേൾക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഭൂതഗ്രസ്തർ കിടക്കുന്ന ബദ്ധന്മാരെ വിടുവിക്കുന്നുണ്ടോ? ഇതല്ല അതിൻ്റെ. കുരുടൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ പരീശന്മാർ, ആത്മീക ജ്ഞാനം ഇല്ലാത്തവർ, അവരായിരുന്നു കുരുടൻ. അവന് കാഴ്ച കൊടുക്കണം. പിന്നെയോ ദരിദ്രനോട് സുവിശേഷം അറിയിക്കണം. ഈ സഭാവിശ്വാസികൾ അംഗീകരിക്കാതെ, പള്ളിയിൽ വരാൻ കഴിയാതെ, പുറത്ത് ദുഃഖിച്ച് വേദനയോടുകൂടി വചനം എപ്പോഴാ അല്ലെങ്കിൽ അറിയുന്നത്, എങ്ങനെ അറിയുന്നത്? ദൈവത്തോട് ആ പാപബോധത്തോടു കൂടിയൊക്കെ നടന്നവരാണ് ആത്മാവിൽ ദരിദ്രനായവൻ. ആ ദരിദ്രനോട് സുവിശേഷം അറിയിക്കാം. അതാണ് ഗദരദേശത്ത് പോയത്, ഭൂതം പിടിച്ച് കിടക്കുന്നിടത്ത്. ആ ഒരു സിറോഫിനിക്കൽ സ്ത്രീയെ നോക്കി പോയത്, കടൽ തീരത്തുകൂടെ നടന്നു പോയത്. ഇവിടെ എല്ലാം പോയത് ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ. പിന്നെയോ കുരുടന് കാഴ്ച, അതായത് ആത്മീകന്ധന്മാർക്ക്. അപ്പൊ ബദ്ധന്മാരെ വിടുവിക്കാൻ, അത് ഭൂമിക്കടിയിലുള്ളതാണ്. വിശുദ്ധന്മാരെ വിടുവിക്കാനും, പിന്നെ അഗാധ കൂപങ്ങളിൽ പോയി നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരോട്. അപ്പൊ പീഡിതന്മാരുടെ ഇടയിലെയും പോയി, അധമ പാതാളം എന്ന് പറയാം, അല്ലെങ്കിൽ ബന്ധന സ്ഥലം, അവിടെയും പോയി, പർദീസയിലും പോയി.
പറുദീസയിൽ പോയത് ബദ്ധന്മാര്, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ തങ്ങളെ തന്നെ ബദ്ധപ്പെടുത്തി പറുദീസയിൽ ഇരുന്നവരെ വിടിവിക്കാനും, പിന്നെ പീഡിതർ, അനുസരണം കെട്ടവരെ അടുക്കിലേക്ക് പോയി. പത്രോസിൽ പറയുന്നുണ്ട് അവിടെ. അപ്പൊ ഭൂമിക്കടിയിലെ 2 ശുശ്രൂഷയും ഭൂമിക്ക് മുകളിലുള്ള ശുശ്രൂഷയും, ഈ കാര്യങ്ങൾ ചെയ്യാൻ വന്നു. അപ്പോൾ ഇത് അടയാളമാണ്. ഈ അടയാളവും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ആക്ഷരികമായിട്ടാണ്. യേശു കുരുടനെ സൗഖ്യമാക്കിയില്ലേ? മുടന്തൻ മാൻപേട പോലെ ചാടിയില്ലേ? അമ്മയുടെ ഉദരം മുതലും മുടന്തല്ലേ ചാടിയിട്ട് വല്ലതും കിട്ടുമെന്ന് പറഞ്ഞൊക്കെ നോക്കിയത്. അപ്പൊ ഇതെല്ലാം ആക്ഷരിക ശുശ്രൂഷ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ആത്മീയത കിടപ്പുണ്ട്. ഈ ആത്മാവിൽ മുടന്തൻ മാൻപേട പോലെ ചാടി, മുടന്തൻ തന്നെയാണ്. പക്ഷെ കുരുടൻ കാഴ്ച പ്രാപിച്ചു. ആരൊക്കെയാണ്? കുരുടന് കാഴ്ച നൽകാൻ, കാഴ്ച പ്രാപിച്ചു. കുരുടൻ കാഴ്ച നൽകുവാനും, ബർത്തിമായിയുടെ കാഴ്ച പ്രാപിച്ച അത് ഓക്കെ. ഇതിന് ആക്ഷരികം, ഇതിന്റെ ആത്മീയമാണ്. അന്നത്തെ പരീശന്മാർ കാഴ്ച ഇല്ലാത്തവരാ. അവർക്ക് കാഴ്ച കൊടുക്കാനാണ് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവൻ, എന്നെ അയച്ചിരിക്കുന്നു പറഞ്ഞു. നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നു. അബ്രഹാം എന്നെ പരിഹസിച്ചില്ല, നിങ്ങളോ എന്നെ പരിഹസിക്കുന്നു. കാഴ്ച കൊടുക്കുകയാണ്, ഞാൻ ആരാണെന്ന്. നിനക്ക് 50 വയസ്സ് പോലും ആയില്ല, നീ പിന്നേറെ മക്കൻ. അപ്പോഴാണ് പറയാൻ യോഹന്നാൻ 8:58, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. ഇതെല്ലാം അവർക്ക് കാഴ്ച കൊടുക്കണം. അപ്പോഴെന്ത് ചെയ്യണം? ആത്മാവിൽ ദാഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് തന്നെ ഇപ്പൊ ഒരു വചനം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇണവചനം പെട്ടെന്ന് ഓർമ്മ വരും. ഓ കർത്താവേ സ്തോത്രം. അപ്പോഴാണ് കണക്റ്റിംഗ് പോകുന്നത്. ഇതുപോലെ അവരോട് ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കണക്ട് ചെയ്ത് പോയിരുന്നെങ്കിൽ ഈ വന്ന മശിഖയാണെന്ന് മനസ്സിലാവുകയും ഇപ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഏത് രൂപത്തിലായാലും അടയാള സഹിതം ചെയ്തിരിക്കുന്നു, അവന്റെ പിന്നാലെ പോയാൽ മതി. അവരങ്ങനെ കേട്ടില്ല. അപ്പം അവർക്കുള്ള അടയാളവും കാണിച്ചു, ശബ്ദവും. എന്നിട്ടോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ട് എന്ത് ചെയ്തു? മടക്കി കൊടുത്ത് അടുത്ത എന്താ പറഞ്ഞത്? എന്റെ ഇന്ന് ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പണ്ട് മുതലേ എഴുതി വെച്ചിരിക്കുന്ന വചനം ഇന്ന് നിവർത്തി വന്നിരിക്കുന്നു, ഇനി നിങ്ങൾ എന്റെ പിന്നാലെ വാ. ആരെങ്കിലും വന്നോ? അപ്പോൾ യേശു വരുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളിൽ യേശു എന്നോ യോഹന്നാൻ സ്നാപകൻ ഉപയോഗിക്കുമോന്നോ ഇല്ല. അവർ വന്നപ്പോൾ ആ കാലത്തിന്റെ ദൈവിക വെളിപ്പാട് വിശ്വസിക്കാത്ത എല്ലാവരും നഷ്ടപ്പെട്ടു. പക്ഷെ അവരെന്തിനു വിശ്വസിച്ചു? ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, യഹോവയുണ്ട്, യഹോവയുടെ കൽപ്പന ഞങ്ങൾ വിശ്വസിച്ചാൽ മതി. അത് സീരിയസ് മനസ്സിലാവോ? യഹോവ വന്നപ്പോ തീത്തോസ് രാജാവ് വന്ന് സൈന്യം ഒരിക്കൽ പഠിപ്പിച്ചാണ്, പള്ളി വളഞ്ഞപ്പോൾ ആരാധിക്കാൻ പറ്റാതായപ്പോ അവർ യെരൂശലേം ദേവാലയത്തിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാ? വേദഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ ആലയത്തിൽ, നിന്റെ ജനത്തിന് ഒരു കഷ്ടത വന്നാൽ നിന്റെ ആലയത്തിൽ നോക്കി മുട്ടുമടക്കി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കണം എന്നത് പണ്ടത്തെ വചനമായിരുന്നു. പക്ഷെ മശിക വന്ന് എന്തു പറഞ്ഞാലും കേട്ടുകൊള്ളേണ്ടത് ആ കാലത്തുള്ളവരാണ്, അതിന് മുമ്പുള്ളവരല്ല. മശിക പറഞ്ഞു സൈന്യം വന്ന് പള്ളി വളയുമ്പോൾ ഓടി രക്ഷപ്പെട്ടോളാൻ. ഓടി രക്ഷപ്പെടാൻ പറഞ്ഞത് വേറെ ആളാണെന്ന് കണ്ടവന്മാരെല്ലാം മരിച്ചുപോയി. മെയിൻ പോയിന്റ് ആണ്, ഈ പിതാവായ ദൈവം തന്നെയാണ് പുത്രനായിട്ട് വന്നത്. അതായത് സൃഷ്ടികർത്താവാണ് യേശു എന്ന നാമത്തിൽ വന്നതെന്ന് വിശ്വസിക്കാത്തവരെല്ലാം മരിച്ചു പോയ ചരിത്രം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ പുത്രൻ വന്നപ്പോൾ വേറെ എന്ന് പറഞ്ഞവർ മരിച്ചു പോയെങ്കിൽ ഇന്ന് ഇതേ കർത്താവായ യേശു ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും, എന്റെ വചനങ്ങൾ ഞാൻ അവരുടെ ഉള്ളിലാക്കി സംസാരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾ അറിയിച്ചു തരും, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വേറെ എന്ന് പറയുന്നവൻ ഈ കാലത്തിന്റെ മണവാട്ടി ആകില്ല. അതാണ് നമ്മുടെ സഭയുടെ പ്രത്യേകത. യേശുനാമ സഭയുടെ ഞാൻ പറയുന്നില്ല, കാര്യം യേശുനാമ സഭയിൽ സ്നാനം മാത്രമേ കറക്റ്റ് ഉള്ളൂ. ബാക്കി ഈ ദൈവം ഉപയോഗിച്ച ഈ അടുത്തിന് ആ കാര്യങ്ങൾ പറയാം. ദൈവം ഉപയോഗിച്ച മനുഷ്യനിലൂടെ പഠിപ്പിച്ചത് എന്താണോ അതാണ് കേൾക്കാൻ. നമ്മൾ വില്യം ബ്രൻഹാമിനെ കേൾക്കുന്നതല്ല. ഈ ലോകത്തെ ക്രിസ്ത്യാനികളെല്ലാം പത്രോസിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യാത്തത്? വാസ്തവത്തിൽ അവരാരല്ല? ദൈവത്തിന്റെ ആടല്ല. ദൈവത്തിന്റെ ആടാണെങ്കിൽ ഈ സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ് പുത്രൻ എന്ന ശരീരത്തിൽ വന്നതെന്ന് അന്ന് അവർക്ക് തിരിച്ചറിയും, ആ പള്ളിപ്രമാണിമാർക്ക്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ സഭകളുടെ ഉള്ളിൽ ഇരിക്കുന്നത് ആട് നമ്മളായിരുന്നു ആട്. അതുകൊണ്ടാണ് ഈ ശബ്ദം കേട്ട് നമ്മൾ പുറത്തേക്ക് വന്നത്.
അത് പത്രോസ് പറഞ്ഞതെന്നല്ല നമുക്ക് തോന്നിയത് ദൈവത്തിന്റെ ശബ്ദമെന്ന്. അത് എന്റെ ആടുകളെ എന്റെ ശബ്ദം തിരിച്ചറിയുള്ളൂ. ശബ്ദം തിരിച്ചറിഞ്ഞാൽ എന്ത് വേണം? യോഹന്നാൻ 10 വായിച്ചു നോക്കുക. എന്റെ ആടുകളെ ഞാൻ യോഹന്നാൻ 10:3 എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് സ്നാനവുമെല്ലാം ശരിയാണ്, നീ ആ സഭയിൽ തന്നെ ഇരുന്നോ എന്നല്ല പറയുന്നത്. എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. എന്താ? അതൊരു സംഘടനാ സഭയാണ്, ഈ വെളിപ്പാടില്ലാത്ത സഭയാണ്. അവിടെ പഠിപ്പിക്കുന്ന വചനങ്ങൾ, വ്യാഖ്യാനങ്ങൾ തെറ്റാണ്, അത് മരണത്തെ കൊണ്ടുവരുന്നു. യോഹന്നാൻ 10:3 വായിച്ചു നോക്കുക. ഞാൻ അവയ്ക്ക് മുമ്പായി വഴി നടത്തും. അതാ വില്യമായ ബ്രഹ്മാവിന് ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനിലൂടെ കർത്താവ് ഈ സന്ദേശം മുഴുവൻ നൽകിയത്. ഈ സന്ദേശമാണ് ആടുകൾക്ക്, ആടിന് മാത്രമാണ്, മറ്റുള്ള ദഹിക്കില്ല. അപ്പൊ ഇന്ന് യേശു, അപ്പൊ ഇത് കണ്ട മനസ്സിലായല്ലോ, ഈ സൃഷ്ടികർത്താവായ ദൈവമാണ് യേശു എന്ന ശരീരത്തിൽ ഇരുന്നതെന്ന് വിശ്വസിക്കേണ്ട ആ കാലത്തിന്റെ ജനത്തിന് പ്രാധാന്യം അവരുടെ കയ്യിൽ എഴുതപ്പെട്ട പിതാവായ ദൈവം നൽകിയ വചനം മാത്രമേ ഉള്ളൂ. ഇതിന് വിരുദ്ധമായി എന്ത് ചെയ്താലും അവരെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും. അത് മനസ്സിലാകാതല്ലേ യേശുവിനെ ഉപദ്രവിച്ചത്. പക്ഷേ ഈ ശരീരത്തിൽ ഇരുന്നത് സൃഷ്ടികർത്താവ് തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ യേശു പോകാൻ സമയത്ത് പറയാണ്, അപ്പോസ്തലന്മാരെ ഞാൻ അയക്കും, അവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നവൻ എന്നെ അയച്ചതിനെ തള്ളുന്നു. അപ്പൊ ഈ കാലത്ത് ഏതൊരു ക്രിസ്ത്യാനിയും അപ്പോസ്തലൻ പറഞ്ഞത് മാത്രമാണ് കേൾക്കാൻ. മാത്രമുള്ള കാര്യം എന്താ? അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതിനെ തിരുത്തണ്ട. സുവിശേഷങ്ങളിൽ നിന്ന് എടുക്കാം, പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ എടുക്കാം. നമുക്ക് ഇന്ന് അതും വേണം. പഴയ നിയമം ഇല്ലാതെ നമുക്ക് വചനം പഠിക്കാൻ പറ്റില്ല, സുവിശേഷം ഇല്ലാതെ നമുക്ക് വചനം പഠിക്കാൻ പറ്റില്ല. ഇതെല്ലാം അവിടെ കിടക്കുകയാണ്. അവിടെ നിന്ന് മനസ്സിലാക്കി ഇണവചനങ്ങൾ അവിടെ തന്നെ കിടക്കുകയാണ്. ധാരാളം ഇണവചനമുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോഴാണ് അപ്പോസ്തലന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. കാര്യം എന്താ? അപ്പോ യേശുവിനെ അയക്കുമ്പോൾ യഹോവ പറഞ്ഞു, യേശു നാമത്തിൽ, എന്റെ വചനങ്ങളെ ഞാൻ അവന്റെ നാവിന്മേലാക്കി, ഞാൻ അവരോട് കൽപ്പിക്കുന്ന എന്റെ വചനം യാതൊരുത്തിനും കേൾക്കാൻ ഞാൻ അവരോട് ചോദിക്കും. യേശു പറയാണ്, ഞാൻ പോയി അപ്പോസ്തലനെ അയക്കും, അവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു. കാര്യം എന്താ? അവരോട് സംസാരിക്കുന്നത് ഞാനെന്നാ. അവനെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എനിക്കുള്ളതിൽ നിന്നെടുത്തവർ നിങ്ങളെ അറിയിക്കും, വരുവാനുള്ളത് അറിയിക്കും. അവർ സ്വയം സംസാരിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ കാലത്ത്, അതായത് യേശുക്രിസ്തു ക്രൂശീകരണത്തിന് ശേഷം ഈ 2000 വർഷവും എല്ലാ മനുഷ്യനും കേൾക്കേണ്ടത് അപ്പോസ്തലനെ കേൾക്കണം. കാര്യം അപ്പോസ്തലനല്ല പറഞ്ഞത്, ഇതേ കർത്താവായ യേശുക്രിസ്തു. അതാണ് പിതാവ് എന്നത് കർത്താവ്, പുത്രൻ എന്നത് യേശു. അപ്പൊ പുത്രൻ, പിതാവായ ദൈവം രക്ഷിതാവായി വന്നപ്പോൾ ശരീരത്തിൽ വന്നു. ഈ ശരീരത്തിൽ വന്ന ദൈവം ആ പാപയാഗം പൂർത്തിയാക്കിയിട്ട് മുകളിലേക്ക് പോയിട്ട് തിരികെ അകത്തിരുന്ന ആത്മാവ്, പരിശുദ്ധ ആത്മാവ് എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞു ദൈവം മാത്രം പരിശുദ്ധൻ. ലോകം പഠിപ്പിക്കും പോലെ പരിശുദ്ധാത്മാവ് 3-ാമത്തെ ആളും ദൈവം 1-ാമത്തെ ആളെങ്കിൽ ദൈവം കള്ളം പറഞ്ഞു വരും. സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, ദൈവം മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവം മാത്രം ഇവരും പറയുന്നുണ്ട്. അതേ പരിശുദ്ധൻ തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ്. ഞാൻ പോയി മടങ്ങി വരും. ഇന്ന് ഇതേ ഇവര് പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഇതേ ദൈവം തന്നെയാണ് ഈ സംസാരിച്ചിരിക്കുന്ന ആത്മീയ നാമം കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് ഈ ജനം മുഴുവനും തെറ്റി നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പള്ളിക്കാരൻ സമ്മതിക്കുമോ? ഒരു വ്യക്തിയും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ അവരുടെ ഇടയിലായിരുന്നപ്പോൾ ദൈവം തന്നെ വന്ന്, ഇപ്പൊ ഞാൻ വന്നിട്ടോ നമ്മളാരെയും സുവിശേഷിച്ചോ നമ്മളല്ല വിളിച്ചോണ്ട് വരുന്നത്, അല്ലേ? നമ്മുടെ അകത്തൊരു ഉറപ്പ് വരുന്നു, ദൈവശബ്ദമാണ് പുറത്തേക്ക് വരിക. അത് എന്തുകൊണ്ടാ? ഉൽപ്പത്തി മുമ്പ് പഠിപ്പിച്ചാണ്, ഉൽപ്പത്തി മുതൽ വേർപാട് ഓരോന്നിനെയും വേർപെടുത്തി. ഉൽപ്പത്തി നോക്കുക, എല്ലാം വേർപെട്ടിരിക്കണം. അത് ദൈവത്തിന്റെ ഒരു തത്വമാണ്. ഇന്നും നീ പാപത്തിലാണ്, മാനസാന്തരപ്പെടുക, അവിശ്വാസിയുമായി ഇണയെല്ലാപ്പെടാൻ കൂടരുത്. അങ്ങനെ വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന ജനം എല്ലാം ഇന്ന് തെറ്റി നിൽക്കുമ്പോൾ അന്ത്യനാളിലും ദൈവം ഒരുവനെ ഉപയോഗിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഒരു വ്യക്തി, അല്ലെ, 7-ാമത്തെ ദൂതന്റെ ശബ്ദത്തിന്റെ നാളിൽ എന്ന് പറഞ്ഞാൽ 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന ഒരു സമയമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ എപ്പോഴാണ് അത്? ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് വെളിപ്പാട് 10:6. അങ്ങനെയുള്ള സമയത്താണ് അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? അതാണ് ഈ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 2 കാര്യം മനസ്സിലായല്ലോ. യേശു വരുന്ന സമയത്ത് യഹോവ പറഞ്ഞത് മതി എന്ന് പറഞ്ഞവരെല്ലാം മരിച്ചു പോകാൻ കാരണം ഈ ശരീരത്തിൽ ഇരുന്ന് സംസാരിച്ചത് അതേ ദൈവം തന്നെ.
യേശു പോയ ശേഷം അപ്പോസ്തലന്മാരെ അയച്ചിട്ട് അപ്പോസ്തലനെ കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചത് ഇതേ ദൈവശബ്ദം തന്നെ. ഇവരൊക്കെ ന്യായവിധിയിൽ അകപ്പെടണമെന്ന് അറിയുമോ? ഈ ബൈബിൾ അവർ ദൈവവചനമാണ്. എന്തേ പത്രോസിന്റെ വചനം, യാക്കോബിന്റെ വചനം എന്ന് പറയാത്തത്? അപ്പൊ അവരുടെ നാവിലൂടെ തന്നെ വന്നിട്ടുണ്ട് ഇത് മുഴുവൻ ദൈവവചനമെന്ന്. എന്നാ പിന്നെ എന്ത് അംഗീകരിച്ചില്ല പോരെ ന്യായവിധിക്കായിട്ട്? അപ്പൊ ഇന്ന് നമ്മൾ സംഘടനാ സഭയിലായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ പേരുണ്ടായിരുന്നു, നമ്മൾ സംഘടനാ സഭയിലായിരുന്നു. ഈ കാലത്ത് അവർ തെറ്റി നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ജനത്തെ, കത്തോലിക്ക മുതൽ ഒന്നാമത്തെ പൗലോസിന്റെ സഭാകാലം, കത്തോലിക്ക, മർത്തോമ, CSI, ലൂതറൻ സഭ, അതായത് ബ്രദർ ചർച്ച്, പെന്തക്കോസ്റ്റൽ, നമ്മൾ ഇന്ന് പോകുന്ന സഭ, ഇതിലേക്ക് വിളിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3:8 ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം പറയുന്നത് 8 പറയുന്നു, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇവിടെ എങ്ങും വാതിലില്ല, ഇവിടെ വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷയാണ് ചെയ്തത് കത്തോലിക്ക സഭ മുതൽ. അതായത് ബൈബിളുണ്ട്, യേശു നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞിടം മുതൽ ഈ വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷ. ഇതാണ് സോതോമിന്റെ നാൾ. ഇത്രയും സോതോമിന്റെ നാളിൽ അവിടെ 2 ദൂതന്മാർക്ക് വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷ ചെയ്തു. അബ്രഹാമിന്റെ അടുക്കൽ വന്നപ്പോൾ ഏലോഹിം വന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു, വാഗ്ദത്തം പ്രാപിച്ചു. വാഗ്ദത്തം എന്ത്? അവരുടെ കുഞ്ഞ്. അതുപോലെ ഈ പെന്തക്കോസ്ത് സഭയിലെ അവസാനത്തിൽ വെളിപ്പാട് പുസ്തകം 3:8 ഒരു വാതിൽ തുറന്നു വെച്ചു. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിൽ നീ എന്റെ നാമം നിഷേധിച്ചില്ല, ഞാൻ നിനക്ക് മുമ്പിൽ എന്റെ വാതിൽ തുറന്നു വെക്കുന്നു. ആർക്ക്? ഈ നാമം നിഷേധിക്കാത്തിരുന്ന നമ്മളായിരുന്നു. ഇന്നും അതേ സഭയിൽ നാമമായിട്ട് ചെന്ന് നോക്കണം, അവർ നമ്മളെ പീഡിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മെ വിളിച്ച് പുറത്തേക്ക് വന്നാൽ പിന്നും വേർപാട്. പുറത്തേക്ക് വരുമ്പോഴോ ഇടുക്കുവാതിലാണ്. ഇതെല്ലാവരും കണ്ടെത്തില്ല. നമ്മൾ ഇന്നലെ സംസാരിച്ച് ബ്രദർ ഭയങ്കര വിഷമത്തോട്, എന്താ അവർക്കിത് മനസ്സിലാകാത്തത്? സ്വന്തക്കാര്, ബന്ധുക്കൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊരു ദാഹമാണ്. ഇതെല്ലാം നാശത്തിലേക്ക് പോകുന്നതായി കണ്ടിട്ടാണ് യോഹന്നാൻ കരഞ്ഞത്. മുദ്ര തുറക്കാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്ത് അവൻ കരഞ്ഞത്. ഈ ജനം മുഴുവൻ നശിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഇവിടെ തുറന്നു വെച്ച വാതിൽ ഇടുക്കമുള്ളതാണ്, വഴി അതായത് ഉപദേശം ഞെരുക്കമുള്ളതാണ്, കണ്ടെത്തുന്നവർ ചുരുക്കം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒന്നും നാമമില്ലാത്തതാണ്, നാമം ധരിക്കാത്തവരാണ്. നാമം ധരിച്ചവരാണ്. നോക്കൂ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ന്യായം വിധിക്കാനിരിക്കുന്ന കത്തോലിക്ക, മാർത്തോമ, ലൂതറൻ സഭ, പെന്തക്കോസ്ത് ഇവരുടെ ഇടയിൽ നമുക്ക് പോയിരിക്കാൻ പറ്റൂ? അപ്പൊ ന്യായം വിധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നവർ നമ്മളെ ഇടുക്കുവാതിലൂടെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് ഞങ്ങൾ ജാതികളോട് ഇടകലരരുത്. അപ്പൊ ഈ കാലത്ത് ഇന്ന് നമ്മൾ ഇന്ററാക്ട് കൊണ്ടുപോകാം. അപ്പൊ ഇതുവരെ ഇനിയും കൊണ്ടുപോകാം. ഇതുപോലെ കൊണ്ടുപോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ജനമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇവിടെ പാടിയത്, കാവൽക്കാര രാത്രി എന്തായി, നമ്മൾ ഈ സുവിശേഷം അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ അവരെവിടെ ഇരിക്കുന്നു? സംഘടനാ സഭയിൽ. പേരെവിടെ? ജീവപുസ്തകത്തിൽ അറിയിച്ച് കാലത്തികവിൽ എവിടെ? ജാതികളുടെ സംഖ്യ തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, യൂട്യൂബിലിട്ട് സിസ്റ്റർ കണ്ടില്ല? യഹൂദന്മാർ എത്രയോ 1000-1500 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് 150-ഓളം യഹൂദന്മാർ മുഴുവൻ ഓടി അലക്സ പള്ളിക്കകത്ത് ഇരുന്ന് കയറിയിരിക്കുന്നു. മെനിഞ്ഞാന്ന് അമേരിക്കയിലുള്ള ഒരു സ്ത്രീയാണ്, സ്ത്രീ ശുശ്രൂഷയാകാൻ പാടില്ല, അത് തന്നെ വചനവിരുദ്ധം. ട്രംപിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ സഭയുടെ പുരോഹിത ട്രംപുമായി സംസാരിച്ചിട്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ലോകത്തുള്ള ക്രിസ്ത്യാനികൾക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണെന്ന് ആ ട്രംപിനെ ബോധ്യപ്പെടുത്തുകയും ട്രംപുമായി ആശയവിനിമയം ചെയ്തിട്ട് ട്രംപ് ആ സ്ത്രീയെ ഇസ്രായേലിലേക്ക് അയച്ച് മെനിഞ്ഞാന്ന് ആ സ്ത്രീയും ഇസ്രായേൽ പ്രധാനമന്ത്രി തമ്മിൽ സംസാരിച്ച് ഏകദേശം ധാരണയിൽ വരുന്നു. എന്നിട്ടോ ഈ സഭകൾ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കണ്ട, എല്ലാവർക്കും കൂടെ ഒറ്റ ലിങ്കിൽ വരും. അതാണ് 666. നോക്കണം, അവരുടെ വചനം അവർ നിവർത്തിയാക്കുന്നു, എന്റെ വചനം ഞാൻ നിവർത്തിയാക്കിയോ? വരാൻ സമയമായി. അങ്ങനെ മെനിഞ്ഞാന്ന് അതിന്റെ ചർച്ച നടന്നിട്ട് ഇന്നലെ ആദ്യമായി അതിന്റെ 2 യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട്, ഞാൻ നമ്മുടെ ചർച്ച ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അവരെല്ലാരും കൂടെ അവിടെ ചെന്നിരുന്നു. അറബ് രാഷ്ട്രങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതിനു മുമ്പായിട്ട് ഈ അറബ് രാജ്യങ്ങളുടെ ചുറ്റും ഇറാനെ ആക്രമിക്കാൻ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് യുദ്ധക്കപ്പലുകളും ആയുധങ്ങളും എല്ലാം കൊണ്ട് ശേഖരിച്ചു. സൗദിയിലുണ്ട് 10-13 അമേരിക്കന്റെ മിലിറ്ററി ക്യാമ്പുകളുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മളെന്ത് വിചാരിക്കും? ഇറാൻ ആക്രമിക്കാനാണ്. ആയിക്കോട്ടെ, ഇതെല്ലാം സംഘടിപ്പിച്ച് ചുറ്റും കൊണ്ടുവച്ചിട്ട് ആ യഹൂദന്മാർ അവിടെ കയറി. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യങ്ങൾ ആക്രമിക്കില്ലേ? നോക്കൂ, അവരറിയുന്നില്ല എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്.
നമ്മൾ ഒരുങ്ങിത്തീരാൻ സമയമായി എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അവരുടെ ഒരുക്കം അവരൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളോ അതും അറിയുന്നു ഇതും അറിയുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നാം ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്നത് ഈ സന്ദേശത്തിൽ വന്നിട്ട് തെറ്റിപ്പോകുന്നവരായിരിക്കും. പിന്നെ 2 ദിവസം വീഡിയോയിൽ കാണിച്ച് ഇസ്രായേൽ ഇപ്പൊ കുറച്ചുകൂടെ സ്ഥലം പിടിച്ചെടുത്തു, ഇനിയും പിടിച്ചെടുക്കാൻ പോകുന്നു. അപ്പൊ അലക്സ പള്ളി ഓടം പൊളിക്കും. പൊളിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചാൽ മണവാട്ടി ഇവിടെ ഉണ്ടാവില്ല. ഇടിച്ച് പൊളിക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയിലോ പകലോ എപ്പോഴാണോ കർത്താവിന്റെ ജനം പോയിരിക്കും. കാര്യം എന്താ? വചനമുണ്ട്, ലൂക്കോസ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചു പറഞ്ഞ്, ജാതികളുടെ സംഖ്യ തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. അവിടെ ഇപ്പൊ അത് ചവിട്ടാതിരിക്കാൻ, അത് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ സംഖ്യ തികയണം. അത് എത്രയും കർത്താവിന് അറിയാം. അതിനാണ് നമ്മൾ ഈ വ്യഗ്രതയോട് ഓടിക്കൊണ്ടിരിക്കുന്നത്. മണവാട്ടി അപ്പുറത്തേക്ക്, ഗോതമ്പിന് അപ്പുറത്തേക്ക് എടുക്കാൻ. അതിന് സംഖ്യ തികയുമ്പോൾ പിന്നെ ഈ ദുഷ്ടലോക കഷ്ടതകൾ ഏൽക്കണമെന്നുള്ള പാടേണ്ടി വരില്ല. കർത്താവ് താൻ ഗംഭീരനാഥത്തോട് കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാൻ പറ്റും. അപ്പൊ ലോകം അതിന്റെ അന്ത്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ജീവപുസ്തകത്തിൽ പേരുള്ളവരാണോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ ഇന്ന് വില്യം മരിയം ബ്രൻഹാമിനെ ഉപയോഗിക്കാൻ കാരണം ഈ അപ്പോസ്തല പ്രവൃത്തിമാരുടെ വചനത്തിൽ നിന്ന് അത് വിശ്വസിക്കേണ്ട ജനം ഇതെല്ലാം തെറ്റി നിൽക്കുന്നതിനെ യഥാസ്ഥാനത്താക്കുക എന്ന ദൗത്യം മാത്രമല്ല, പിന്നെയോ മറഞ്ഞിരുന്ന സകല സത്യം പറഞ്ഞു കൊടുക്കാതെ ന്യായം വിധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ സത്യം പറഞ്ഞു കൊടുക്കുകയും വേണം. പറയാവുന്ന കാര്യം, യേശു പല കാര്യങ്ങളും കൂടിയെടുത്ത് പറഞ്ഞിട്ടില്ല. അവരെല്ലാം പുരുഷാരം പോയ ശേഷം ശിഷ്യന്മാർ അടുക്കൽ കൂടി എന്നാണ് അവർക്ക് അപ്പോഴും ഉപമയായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതുപോലെ നമുക്കായിട്ടുള്ള മർമ്മങ്ങളും രഹസ്യങ്ങളും ഉണ്ട്. അത് നമ്മൾ തന്നെ ആയിരിക്കും ബാക്കി ലോകത്തോട് അറിയിക്കുക. അപ്പൊ ഈ കാലത്ത് വില്യം മരിയം ബ്രൻഹാമിനെ ഉപയോഗിക്കുക എന്നത് ദൈവത്തിന് വ്യക്തിയല്ല, പേരല്ല അവിടെ പ്രാധാന്യം. പേരിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അതല്ല ഞാൻ പറയുന്നത്. ദൈവം ഒരു ശുശ്രൂഷ ഒരു വ്യക്തിയിലൂടെ ചെയ്യും. അത് ദൈവവചന അടിസ്ഥാനത്തിലായിരിക്കും. ആ അടിസ്ഥാനം അടയാളത്തോടു കൂടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ സന്ദേശം. അപ്പൊ ഇത്രയും കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഈ വെളിപ്പാട് പുറത്ത് കിട്ടുന്നതല്ല, പറഞ്ഞാൽ അവർക്ക് ഗ്രഹിക്കുകയുമില്ല. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി മണവാട്ടിയുടെ ഒരു ക്വാളിറ്റിയുടെ പ്രത്യേകതയാണ് നമ്മൾ സന്ദേശത്തിൽ വരികയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 5-ാമത്തെ മുദ്രയുടെ കീഴിൽ കാണപ്പെടുന്ന രക്തസാക്ഷികളായി തീർന്ന അനേക ശതം യഹൂദന്മാർക്കുള്ള വെള്ള അങ്കിയും നിത്യജീവനും കർത്താവ് നൽകും. വെള്ള അങ്കി നീതിയുടെ വസ്ത്രം, നിത്യജീവൻ നൽകുന്നു. നിത്യം എന്താണ്? പരിശുദ്ധാത്മാവിന് നൽകുകയാണ്. 5-ാമത്തെ മുദ്രയിൽ കാണുന്നത് യാഗപീഠത്തിൽ താഴെ കാണുന്ന അവരുടെ സ്വഭാവം നോക്കുക. അവരുടെ പേരുകളും ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു. മാത്രമല്ല, കർത്താവിന്റെ വരവിങ്കൽ കർത്താവിനായി 1,44,000 പേർ മുദ്രയിടപ്പെടണം എന്നതിനാൽ അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞിട്ടില്ല. 1,44,000 പേരെ വെളിപ്പാട് പുസ്തകത്തിൽ മഹോദര കാലത്ത് തെരഞ്ഞെടുക്കുന്നവരുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്. കാര്യം എഴുതി ചേർക്കില്ലല്ലോ. നമ്മള് സംഘടനാ സഭയിലായിരുന്നു. ഇനി വരേണ്ടവരുടെ നോക്കുക, എപ്പോഴായാലും അവർ വരണം. വരേണ്ടുന്നവരുടെ പേര് മായ്ച്ചു കളഞ്ഞിട്ടില്ലല്ലോ. ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതി, അതിന്നും ഉണ്ട്. എപ്പോഴാണോ കാലത്തികവിൽ ആ കാലത്ത് അവർ വരും, പിന്നെ മായ്ക്കില്ല, സ്ഥിരപ്പെടുത്തുകയാണ്, സീൽ ചെയ്ത് മുദ്രയിടാണ്. അതുപോലെ യഹൂദന്മാരുടെ പേരുകൾ അവിടെ ഉണ്ട്. എന്നാൽ സങ്കീർത്തനം 69 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരും അവന്റെ ജനത്തെ നശിപ്പിച്ചവരുമായ ദുഷ്ടന്മാരുടെയും നീതി കെട്ടവരുടെയും പേരുകളാണ് ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞത്. ആരുടെയൊക്കെ ശ്രദ്ധിച്ചോളണം. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരും അവന്റെ ജനത്തെ നശിപ്പിച്ചവരുമായ ദുഷ്ടന്മാരുടെയും നീതി കെട്ടവരുടെയും പേരുകൾ. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ 2 കൂട്ടരെ തള്ളിക്കളഞ്ഞിട്ടാണ് പറയുന്നത്. അടുത്ത് വേറൊരു കാര്യം പറയാൻ പോവുകയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. രണ്ടാമതോ, ക്രിസ്തുവിനുള്ളവരെ തള്ളിക്കളഞ്ഞു. അവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. നമുക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായില്ലേ പറഞ്ഞേ? ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അന്നത്തെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് വന്ന ആദ്യ കാലത്തുള്ള പുരോഹിതന്മാരെ എതിർത്തവരുടെ പേര് പോലും നീക്കി കളഞ്ഞിരിക്കുന്നു. ആ ഗണത്തിലാണ് നമ്മൾ വരുന്നത്. ക്രിസ്തുവും
ക്രിസ്തുവിനുള്ളവരും. ഒന്നാമത്തെ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ വിശ്വാസം കേട്ടിട്ട് അവരും അടങ്ങിയിരുന്നില്ല. ഇന്ന് നമ്മൾ പോകുന്ന സുവിശേഷം അവരും അറിയിച്ചു, അവരെയും പീഡിപ്പിച്ചു. അപ്പോൾ ദൈവത്തെ മാത്രമല്ല, ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിച്ചവന്റെ പേര് ജീവപുസ്തകത്തിൽ മാറ്റിക്കളഞ്ഞ ചരിത്രം ബൈബിളിലുണ്ട്. ബൈബിളിലെ വരിയാണ്. നോക്കുക, സങ്കീർത്തനം 69. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരും അവന്റെ ജനത്തെ നശിപ്പിച്ചവരുമായ അവന്റെ ജനത്തെ ദുഷ്ടന്മാരുടെയും നീതികെട്ടവരുടെയും പേരുകളാണ് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞത്. കണ്ടോ? അപ്പൊ ദൈവത്തെയോ വചനത്തെയോ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണോ? ദൈവത്തിന്റെ വിശുദ്ധൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അത് നമുക്ക് തമ്മിൽ ഇന്ന് നമ്മളാണെങ്കിൽ എന്ത്, എന്റെ ഭാര്യയല്ലേ, ഭർത്താവല്ലേ, സഹോദരനല്ലേ, ബന്ധുവല്ലേ, കൊച്ചിച്ചനല്ലേ, മാമനല്ലേ, പക്ഷെ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയെ നമ്മളും അപവാദം പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ പേര് മായ്ക്കും. തൊട്ട് ഞാൻ പറയുന്നില്ല, താഴ്ത്ത് നോക്കുക. ലോഡാണ്. എന്തുകൊണ്ടാ? ഈ ബ്രദറിന്റെ ഇടത് കയ്യിൽ ഞാൻ മുറിവേൽപ്പിച്ചിട്ട് വലത് കയ്യിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഈ രണ്ട് ശരീരം ഒരു തലയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. തല ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ വിശ്വസിക്കുന്ന നമ്മെ ഉപദ്രവിക്കുന്നവരുടെ പേര് മായ്ക്കുമെന്ന് അത് പ്രവാചകൻ എന്തായിട്ട് പറഞ്ഞു. ശ്രദ്ധിക്കുക. കാര്യം എന്താ? എബ്രായ 13 കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല, ഇന്നലെ ഇന്നും എന്നേക്കും അവൻ അനന്യം തന്നെ. മഹത്തായ വെള്ളസിംഹാസന ന്യായവിധിയെങ്കിൽ ജനങ്ങൾ രണ്ടായി വേർതിരിക്കപ്പെടും. അപ്പോ വെള്ളസിംഹാസന ന്യായവിധി വരുന്നതിന് മുമ്പ് ഒരു കൂട്ടർ എടുക്കപ്പെടും, വിശുദ്ധന്മാർ. അത് കഴിഞ്ഞ് 1000 വർഷവും എവിടെ? ദണ്ഡനത്തിൽ കിടക്കും. ഒരു മിനിറ്റ് കഴിച്ചില്ല, കഴിക്കാൻ പറഞ്ഞതെങ്കിലും കേൾക്കുന്നു. മയക്കം വരുന്നവർ ഒന്ന് പുറകിലോട്ട് പോയി നടന്ന ഒരു മുഖമൊക്കെ കഴിയിട്ട് വന്നിരിക്കാം. ജീവപുസ്തകം എന്ന ജീവന്റെ വചനമാണ്. എന്നെ പരിശോധിക്കാനാണ് ഞാൻ എന്നിവിടെ വന്നത്. എന്റെ ശരീരത്തെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഉറക്കാനല്ല. ക്ഷീണവും ബലഹീനത എല്ലാവർക്കും ഉണ്ടാകാം, പക്ഷെ ഒന്ന് ഉണർന്നിരിക്കുക. കാര്യം എന്താ? നഷ്ടപ്പെട്ടു പോകരുത് വല്ല വിധേന. കാര്യം എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞ ബദ്ധന്മാരെ വെടിവെക്കുവാനും, നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ വചനപ്രകാരം ഒരുങ്ങുവാനായിട്ട് എന്റെ ആത്മാവിൽ ബന്ധപ്പെടുന്നില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമെങ്കിൽ ബദ്ധന്മാരല്ല. ദൈവം കണക്കില്ല. ഞാനത് പറഞ്ഞാലാണ് ഞാൻ ക്രൂരനാവുന്നതെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബദ്ധന്മാർക്ക് വിടുതലും. അത് ഇനിയും അങ്ങനെ തന്നെ. ഓരോ വചനവും കേൾക്കുമ്പോഴും ഇവിടെ ഇരുന്നും എന്റെ ഉള്ളത്തെ ബന്ധപ്പെടുത്തി ഇത് ക്രിസ്തു ഇവിടെ ശരീരധാരിയായി വന്നു നിന്നാ നമ്മളിങ്ങനെ ഇരിക്കുമോ? ഇരിക്കണം, എല്ലാവരും ഇരിക്കണം, ഇരുന്നോളൂ. പക്ഷെ ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസിയും അല്ലെന്നാ. കണ്ടവനല്ലേ വിശ്വാസി, കാണാത്തത് കണ്ടവൻ വിശ്വാസി. അപ്പോ ഇപ്പോഴും എന്റെ ഉള്ളം ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ കൃത്യമായി കർത്താവ് നമ്മെ കൊണ്ടുപോകും. കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾ പറ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരാ? ദൈവവചനത്തെ നിന്ദിക്കുന്നവരാ. ജീവസ് പേര് പോവുക തന്നെ ചെയ്യും. ഓക്കെ. മഹത്തായ വെള്ളസിംഹാസന ന്യായവിധിയിൽ ജനങ്ങൾ രണ്ടായി വേർതിരിക്കും. ജീവപുസ്തകവും മറ്റൊരു പുസ്തകവും അപ്പോൾ തുറക്കപ്പെടും. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ആരൊക്കെ? വിശ്വാസത്തിൽ പറയേണ്ടത് ഞാനും കർത്താവും വരുമ്പോൾ. നമുക്കത് പറയാൻ എന്റെ ഉള്ള അനുവദിക്കുന്നില്ലെങ്കിൽ ആ ദൈവത്തിന്റെ എളിമയൊക്കെ നല്ലത് തന്നെ. പക്ഷെ എന്റെ ഹൃദയത്തിലെങ്കിലും പറഞ്ഞു കർത്താവേ അതിനോടൊപ്പം ഞാനും ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിനെ ഒരുക്കുന്നതിനാണ് ദൈവജനം കേൾക്കാൻ ഇന്ന് നമ്മൾ വന്നത്. ഒരിക്കലും പരിഭവവും വിഷമമൊന്നും വിചാരിക്കരുത്. അല്പ സമയങ്ങളേ ഉള്ളൂ. അതിനിടയിൽ വിഷമവും പരിഭവവും പിണക്കങ്ങളും കൊണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ദൈവത്തിന്റെ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തുണ്ടല്ലോ, ദൈവം അന്ന് ഇതുപോലെ ചർച്ചോ എവിടെയെങ്കിലോ പുരോഹിതന്മാരെ ഉപയോഗിച്ചു. ഈ ഉപയോഗിച്ച മനുഷ്യരോ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വിലയില്ലാത്തവരും. നോഹ ആരെങ്കിലും വില കൽപ്പിക്കുമോ? യോഹന്നാൻ സ്നാപകൻ ആരെങ്കിലും വില കൽപ്പിക്കുമോ? അങ്ങനെ മനുഷ്യർ വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യനെ എടുത്തിട്ട് അവന്റെ ജീവൻ അവരുടെ മുമ്പിലേക്ക് വെച്ച് കളഞ്ഞത്. അലക്ഷ്യമായിരുന്നു കേട്ടിട്ട് പറഞ്ഞിട്ട് പോ, കളഞ്ഞിട്ട് പോ. അങ്ങനെ ഇരുന്നവരെല്ലാം മരിച്ചു പോയതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവരെ ഉപയോഗിച്ച അതേ ദൈവം ഒരു ക്വാളിറ്റി ഇല്ലാത്ത നമ്മളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു. നമ്മളെ വീട്ടുകാരെ, കുടുംബക്കാരെ, ബന്ധുക്കളെ, സ്വന്തങ്ങൾ നമ്മൾ അംഗീകരിക്കുമോ?
അങ്ങനെ സഭയിൽ നീ നീ നഷ്ടപ്പെട്ട എവിടെയോ ഒരു സഭയിൽ, അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് തന്നെ അവന്റെ ജീവൻ നമ്മുടെ കൂടെ പറയുകയാണ്. ട്രാക്റ്റായിട്ട് സുവിശേഷമായിട്ട് നമ്മുടെ ജീവിതമാണ് ഒന്നാമത്തെ സുവിശേഷം ആവേണ്ടത്. ട്രാക്റ്റും ബൈബിൾ കയ്യിരിക്കുന്ന ബൈബിളും കണ്ടല്ല, എന്റെ ജീവിതമാണ് ഒന്നാമത്തെ സാക്ഷ്യമാവേണ്ടത് അവരുടെ മുമ്പിൽ. അങ്ങനെ ഇന്ന് ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം ഇന്ന് ഉപയോഗിച്ച വില്യം മൈരം ബ്രൻഹാം എന്ന വ്യക്തിയും ആ ദേശക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി തിരക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ സൂക്ഷിച്ച് അറിയിക്കുന്നവരാണ് ഗ്രൂപ്പുകളിലൊക്കെ. അവര് നെറ്റിലൊക്കെ ചേർന്നിട്ട് വില്യം ബ്രൻഹാം ഇങ്ങനത്തെ ആള്, കുടുംബം ഇങ്ങനത്തെ ആള്, ഇതോ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ, ഞങ്ങളുടെ സഭയിലൊക്കെ വലിയ പുരോഹിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ. അപ്പോൾ അവരെല്ലാം അലക്ഷ്യമായി, അന്ന് ദൈവം ഉപയോഗിച്ച പുരുഷന്മാരെ അലക്ഷ്യമായി കേട്ടവരെല്ലാം മരിച്ചുപോയ ചരിത്രം പഠിക്കുന്ന നമ്മൾ ഇന്നും അതേ ദൈവത്തിന്റെ രീതി അഭിപ്രായം 18 അതുപോലെ വേറൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ കുടുംബക്കാരുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. ഈ മെസ്സേജിനകത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ 17:20 യേശു എന്താ പ്രാർത്ഥിച്ചത്? അപ്പോസ്തലൻ ഇവരുടെ വചനത്താൽ, എന്റെ വചനത്താൽ എന്നല്ല, ദൈവവചനത്താൽ എന്നല്ല, അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ പറയാണ്, ഇവർ ചെന്ന് പറയുന്ന വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച അവരെ ഉപദ്രവിച്ചവന്റെയും പേര് ജീവസൊന്ന് മാറ്റി കളഞ്ഞത്. അപ്പൊ നമ്മെ നോക്കിയിട്ട് ശാപവാക്കണം, അതും ഇതും അലക്ഷ്യവാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള പറയുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് നമ്മൾ വിലയുണ്ട്, മറ്റുള്ളവർക്ക് വിലയില്ല. ഇനി നമുക്ക് മറ്റുള്ളവർ ഒരുപക്ഷെ വിലയില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണെന്നാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ അടുത്ത ആഴ്ച എടുക്കാം. നമുക്കതാ നമ്മുടെ ബന്ധവും സ്വന്തവും ഒക്കെ നമുക്ക് ആ വില ഇട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരെ കാണുന്നത്. അപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ വ്യക്തി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് കാണാൻ കഴിയാതെ വരുമ്പോൾ പരാജയം. തോറ്റുപോകുന്നവരുടെ പേര് ജീവസൊന്ന് മായ്ക്കുമെന്നാണ്. അങ്ങനെ നമുക്കിനി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരായാലും ബന്ധവും സ്വന്തവും എന്തായിക്കൊണ്ട് പോട്ടെ, അവരെല്ലാം ക്രിസ്തുവിൽ ഒന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ വ്യക്തിയെ അംഗീകരിക്കുന്നത്, സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, നല്ല രീതിയിൽ സംസാരിക്കുന്നത് എന്നൊക്കെ വില കൽപ്പിക്കുന്നുവെങ്കിൽ ആർക്ക് വില കൊടുക്കുന്നു? ക്രിസ്തുവിന് വില കൊടുക്കുന്നു. ഓക്കെ ഓക്കെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. ഇവിടെ വെള്ള സിംഹാസനത്തിൽ വരുമ്പം സകല ജാതികളെയും കൂട്ടും. നമ്മുടെ മുമ്പിൽ വരുന്ന ആരാണ്? നമ്മൾ പോയി അറിയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോയി സുവിശേഷം അറിയിച്ചിട്ട് തള്ളിക്കളഞ്ഞവർ, അവരെ ന്യായം വിധിക്കുന്നത് നമ്മളാണ്. വിശുദ്ധന്മാരായിട്ട് പോകുന്നു എങ്കിൽ അവരാണ് അവരുടെ ന്യായം വിധിക്കുന്നത്. നിങ്ങൾ വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ആരാ ലോകം? ഈ സത്യസുവിശേഷം അറിയിച്ചിട്ട് തള്ളിക്കളഞ്ഞവനാണ് ഒന്നാമത് പറഞ്ഞത്. അവൻ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അറിയിച്ചവർ നമ്മുടെ മുമ്പിൽ തന്നെ വരും. നോക്കുക, സകല ജാതികളും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർപിരിവിക്കുന്നത് പോലെ വേർപിരിവിക്കും. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ഹല്ലേലൂയ. യേശുവിന്റെ ഏത് ഭാഗത്താണ് കുന്തം കൊണ്ട് കുത്തിയത്? ബൈബിളിൽ വരിയുണ്ടോ? വിലാപ്പുറത്തുനിന്നേ ഉള്ളൂ. ഇടതുനിന്ന് വലതുന്നുണ്ടോ? പക്ഷെ വിലാപ്പുറത്തുനിന്നേ ഉള്ളൂ. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി ഇടത്. പക്ഷെ ഇവിടെ പറയുന്നത് വലതു ഭാഗത്ത് ചെമ്മരിയാടുകളെ, ഇടതുഭാഗത്ത് കോലാടുകളെ. ശ്രദ്ധിക്കുക, തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചും ചെമ്മരിയാടുകളെ തന്റെ വലതും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അല്ല, ഇവിടെ എന്റെ വസ്തു, വീട്, ബംഗ്ലാവ്, എനിക്കുള്ളതിനെ സംരക്ഷിക്കാനുള്ള മത്സരം, യുദ്ധമൊന്നും അല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് ഒരിടത്ത് അവകാശമാക്കി തന്നിരിക്കുന്നു. അത് ആ ജീവിതം, ഞാൻ പറയുന്ന ഭാഷകളൊന്നും ആയിരിക്കില്ല, ആ ജീവിതം കൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഇവിടെ ഉള്ളതിനോടാണ് ആർത്തി 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 ആർത്തിയെങ്കിൽ തോറ്റുപോയവരും പുസ്തകത്തിൽ പേരില്ലാത്തവരും അത് നമ്മൾ ഇനിയിപ്പോ നാളെ മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച പോയിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും തണുത്തു പോകും.
ഇപ്പൊ ആരെങ്കിലും സഹോദരൻ വിളിച്ചാൽ ഞാൻ വരാം, എന്നാ നമ്മൾ വിളിച്ചില്ലെങ്കിൽ ഒന്നും പോലും ഒരു വർഷം വിളിച്ചില്ലെങ്കിൽ എങ്ങും പോകില്ല. അതെന്താ ആത്മാവാണ്? പാസ്റ്റർ വിളിയിൽ മാത്രം ആത്മാവ്, പാസ്റ്റർ വിളിക്കുമ്പോൾ മാത്രം വരികയാണ്. എന്നെ ഞാൻ പറഞ്ഞില്ലേ, പോകരുതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആത്മാവ് വഴി നടത്തുന്നവനാണ് ദൈവത്തിന്റെ ആട്. അത് ആ ആത്മാവ് വന്നങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഈ ആത്മാവാണ് നമ്മെ എന്തിലേക്ക് ചൂണ്ടിക്കാണിച്ചെന്നിട്ട് അവിടത്തേക്ക് വേണ്ടിയിട്ട് അധ്വാനിപ്പിക്കുകയും അതിലേക്ക് വേണ്ടിയുള്ള ജീവിതവും എല്ലാം ചെയ്യുന്നത്. ഇല്ല ഇങ്ങനെ തിരിയിരിക്കും. ഓക്കെ, രാജ്യത്ത് അവകാശമാക്കിക്കൊള്ളുവേ. ഇനി യേശുവിടെ പറയണേ, നമ്മൾ 15 മിനിറ്റ് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടത്തും വലത്തും നിർത്തിയിട്ട് കർത്താവ് ഒരു കാര്യം പറയാണ്? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദൈവവചനം, സുവിശേഷം ഈ കൊടുക്കുന്ന ആരാണ്? ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ പറഞ്ഞാൽ ആടിന്റെ തീറ്റ കയ്യിലുണ്ടാവണം. സാങ്കല്പിക തീറ്റ കൊടുക്കുകയല്ല. ഈ ആടുകൾക്കുള്ള തീറ്റയാണ് വചനം. അതെന്റെ ഹൃദയത്തിലും നാവിലുമാണ്. ഇത് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആടുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ആടുകളുടെ ഇതാ എപ്പോഴും പറയുന്നത്. നമ്മൾ സംഘടനാ സഭയിലായിരുന്നു, ഈ ബ്രദറും വന്നു. ഇവർക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മെ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞത് കേട്ടിട്ടാണ് അവർ വരുന്നത്. അവർക്ക് ആടിന് ആഹാരം കൊടുക്കുകയാണ്. പക്ഷെ ഈ വിശന്ന് സഭകളിൽ ഇരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കാത്തവരെ ഇടതുഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. ഇനി പറയുമ്പോഴാണ് വിഷമം വരുന്നത്. ഇങ്ങനെ പറയരുതെന്ന് പറയും. നോക്ക്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ പറഞ്ഞ ആത്മാവിൽ ദരിദ്രനായിരുന്നു. ഒരു സഭയിൽ ഇരുന്ന് എനിക്കത് തൃപ്തിയല്ല, അത് പോരാ. ശരിയായ വചനം വേണം. എപ്പോഴാ എങ്ങനെ അറിയുന്നത്? ഒരുവനെ ദൈവം ഉപയോഗിച്ചു. അതുപോലെ നമ്മൾ ദാഹിച്ച്, സ്വഭാവം നോക്കുമ്പോൾ കാട്ടുമരം കഴുതയും തന്നെയാണ്. ദൈവം ഉപയോഗിച്ച വ്യക്തികളും അങ്ങനെ തന്നെയാണ്, ഏറിയ ഭാഗവും. അങ്ങനെ ഇരുന്ന നമുക്ക് വേണ്ടിയിട്ട് ദൈവം വേറൊരു വ്യക്തിയിലൂടെ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടുന്ന വചനവുമായിട്ടാണ് അയച്ചത്. നമുക്ക് ഭക്ഷിപ്പാൻ തന്നു. അടുത്ത ശ്രദ്ധിക്കുക. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതെന്താ? വചനം ഭക്ഷിക്കാൻ പാനം ചെയ്യുന്നെന്താ? ആത്മാവ്. അത് ഈ വചനത്തിൽ തന്നെ ഉണ്ട്. കാര്യം എന്താ? സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ അത്രയേ നിങ്ങൾ അടുക്കൽ വരുന്നത്. അപ്പൊ ഈ വചനം നമ്മൾ ഈ കാലത്തികവിൽ ഇവിടെയെല്ലാം ഇരിക്കുന്നവരെ സംഘടനാ സഭയിൽ നിന്ന് വിളിച്ചിട്ട് ശരിയായ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ ആർക്ക് ആഹാരം കൊടുത്തില്ല? യേശുവിന് കൊടുത്തില്ല. കാര്യം എന്താ? കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഈ പുറത്ത് കിടക്കുന്ന ജനം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഒരു പ്രായവാദിക്കുമോ എന്താണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങൾ എന്തായാലും ഇനിയും പോകും, അടുത്ത ആഴ്ച പോകണം, ഇനിയും പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന് പ്രത്യേകം കിരീടത്തിൽ മുത്തിയാർത്ത് നമ്മൾ വായിച്ചാണ്, വചനം വായിച്ചാണ് നമ്മൾ. നിങ്ങൾ അങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരിക്കും. ഓക്കെ, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. കണ്ടോ, ചേർത്ത് കൊള്ളുന്നതിന് മുമ്പ് അതിഥിയാണ്. അവനാ വചനം പറഞ്ഞ് വിശ്വാസ സ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി. ഇവിടെ ചർച്ചിൽ പലരും വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ സന്ദേശം കേട്ടപ്പോൾ നമ്മുടെ അടുക്കലെ വന്നവരുണ്ടാകാം. ഈ സന്ദേശം പറഞ്ഞ് അറിയിച്ച് വചനം പറഞ്ഞ് വെളിപ്പാട് പറഞ്ഞിട്ട് അവരെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്നത് വരെ അതിഥിയാണ്. നിങ്ങൾ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. വാസ്തവത്തിൽ നമ്മളൊക്കെ നഗ്നരായതുകൊണ്ടാണ് ഈ ശരിയായ ദൈവവചനം എന്ന വസ്ത്രം ഇന്ന് ധരിക്കാൻ കഴിഞ്ഞത്. ദൈവവചനം എന്ന് നമുക്കില്ല. നമുക്ക് ദൈവവചനം ഉണ്ടായിരുന്നു, വെളിപ്പാടില്ലായിരുന്നു. നഗ്നത മറയ്ക്കുന്നത് വെളിപ്പാടാ. ആ വെളിപ്പാട് നമുക്ക് ലഭിക്കുവാൻ ഇടയാക്കിയത് ദൈവം ആരെയോ ഒരാളിനെ നമുക്ക് വേണ്ടി ഉപയോഗിച്ചു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് ബൈബിളിൽ ഒരു തത്വമാണ്. നിങ്ങളെ വചനം പറഞ്ഞ് വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുമെന്ന് വചനമുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം ഉപയോഗിച്ചതാ. എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വിളിച്ചുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദൈവിക അനുഗ്രഹമാണ്. നോക്കുക, അടുത്ത നോക്കണേ. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചില്ല. അതായത് വചനം പറയാമായിരുന്നു. പോകുന്നിടത്തേക്ക് നമുക്ക് പറയേണ്ട വചനമാണ് ഇവിടെ ട്രാക്ട് രൂപത്തിൽ ഇഷ്ടം പോലെ ആക്കിയതായി. ഇപ്പോഴും ബാഗ് നോക്കൂ, 1 2 3 5 ബോക്സ്, 500 വീതമുള്ള 5 ബോക്സ് ഇപ്പോഴും ബാക്കി ഇരിക്കുകയാണ്. ഏകദേശം 3.5-4 വർഷമായി കൊണ്ടുവന്ന് വെച്ചിട്ട്. ഓരോ ബോക്സ് നിങ്ങൾക്ക് എല്ലാവരും തന്നുവിട്ട് പിന്നെ ആരും വന്ന് ചോദിച്ചിട്ടില്ല.
4 വർഷമായിട്ട് അല്ല, അന്ന് 167 ഒരു ഒരു ബണ്ടിൽ പേപ്പറിനകത്ത് 167 മെസ്സേജ് ട്രാക്ക് തന്നു. 4 വർഷത്തോളമായി ഇന്നുവരെ അത് കൊടുത്ത് തീർന്നിട്ടില്ല, ആരും വന്ന് വാങ്ങിച്ചിട്ടില്ല. ഈ ഗണത്തിൽ വരുമെന്ന് ഞാനല്ല പറയുന്നത്, കർത്താവ് പറയാണ്. പണ്ട് ദൈവസന്നിധിയുടെ മുമ്പിൽ ഇരുന്ന് അലക്ഷ്യമായി കേട്ടവരെല്ലാം മരിച്ചുപോയ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ അതേ അവസ്ഥ സുവിശേഷം അറിയിക്കേണ്ടത്. വിശന്നു, നഗ്നനായിരുന്നു, നിങ്ങൾക്ക് എന്നെ ഉടുപ്പിച്ചില്ല, വചനമാണ്. ഈ ട്രാക്റ്റുകൾ കല്യാണത്തിനോ മരണത്തിനോ വിശേഷ ദിവസങ്ങളിലോ വെറുതെ കാട്ടാക്കടയോ നേരിക്കലോ പോകുമ്പോൾ പറഞ്ഞ കയ്യിൽ വെച്ചേക്ക്. കാരണം അവർക്കൊന്ന് കൊടുക്ക്, വസ്ത്രം കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കാത്തവരുടെ കാര്യമാണ് അടുത്തുള്ളവരെ, ശപിക്കപ്പെട്ടവരെ പുറത്തു പോകാൻ പറയണത്. നോക്കിക്കോളാം. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു. എന്താ രോഗിയും തടവിലും? തടവാണ് ആദ്യം എടുക്കേണ്ടത്. എന്താ? പിശാചിന്റെ ബന്ധനത്തിലായിരുന്നു, അതിലൂടെ പാപം ഉണ്ടായിരുന്നു, പാപത്താൽ രോഗമായിരുന്നു. രോഗത്തെ സൗഖ്യമാക്കുള്ള വരെ നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ പാപം മോചിക്കുന്നവരുടെ പാപം മോചിച്ചും നിങ്ങൾ പാപം നിലനിർത്തുന്നവരുടെ നിലനിന്നിരിക്കണം. അതാ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനെ മാത്രമല്ല, ഇന്നും രക്ഷ സൗജന്യ വചനമാണ്. ഈ വചനം കൊടുക്കുമ്പോൾ മാനസാന്തരം ഉണ്ടായി പാപമോചനത്തിലൂടെ അവന്റെ പാപത്തിന്റെ മോചനത്തെ സ്ഥാനപ്പെടുത്തുമ്പോൾ പാപം മോചിപ്പിക്കാനുള്ള അധികാരം നമുക്ക് തന്നിരിക്കുകയാണ് ദൈവം സുവിശേഷം അറിയിക്കുന്നവരുടെ. ഇനി അത് കേട്ടിട്ട് അവൻ മാനസാന്തരത്തിൽ വന്നില്ലെങ്കിലോ അത് അവനോടൊപ്പം നിൽക്കും. അവന്റെ രക്തത്തിന്റെ വില നമ്മോട് ചോദിക്കില്ല. അപ്പൊ രോഗിയായിരുന്നു, തടവിൽ, അത് ഭൂതഗ്രസ്തല്ലേ വചനം പറയുമ്പോൾ എതിർത്ത് നിന്നു, ദൈവവചനത്തോട് വിരസമായി നിന്നു. നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്നരുളി ചെയ്യും. എവിടെയെങ്കിലും ഇറങ്ങി പുറപ്പെടുവോ നമ്മള്? കാണാൻ വന്നില്ലെന്നാ. യേശു ഒരു സ്ത്രീക്ക് വേണ്ടി 2.5 ഫർലോങ്, ഒരു ഫർലോങ് എന്ന് പറയുമ്പോൾ 1.25 കിലോമീറ്റർ എന്തോ അല്ലേ ഫർലോങ്, അത്രയും നടന്നു പോയിരിക്കുന്നു. പിന്നെ ഗദരദേശത്ത് ഭൂതം പിടിച്ചവനെ, ഇവിടെ നിങ്ങൾ എന്നെ കാണാൻ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു എന്നല്ല, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. നമ്മളൊക്കെ ആയിരുന്ന സ്ഥലത്തല്ലേ ഈ സന്ദേശം നമ്മളെ തേടി വന്നത്? നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടാണോ? ഞാനിവിടെ ആയിരുന്നു, എന്നെ അറിയിച്ച ആള് കൊല്ലത്തായിരുന്നു. കൊല്ലത്തുനിന്ന് പാവം 2-3 ദിവസം എൻ്റെ വീട്ടിൽ വന്നത്. എന്നിട്ട് ഞാൻ തള്ളിക്കളഞ്ഞ് ധിക്കരിച്ച് പറഞ്ഞോളൂ, ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യനാണ്. ഇതുപോലെ നമ്മുടെ അടുക്കിലേക്ക് ഓരോ വ്യക്തികളെ ദൈവം അയച്ചിട്ട് നമ്മൾ ആരുടെ അടുക്കൽ പോകുന്നുണ്ട്? ഒന്നാമത്തെ കാര്യം, നമ്മൾ മടിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇത് ചെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല, എന്നെ മോശമായിട്ട് കണ്ടാലോ. അങ്ങനെ കാണുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്റെ നാമം നിമിത്തം പഴി ദുഷി നിന്ന പരിഹാസം ഉണ്ട്. നിങ്ങൾ കരയും, അവർ സന്തോഷിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിലുണ്ട്. പക്ഷെ ഇത് അറിയിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ വായിച്ചത് ഇങ്ങനെ സുവിശേഷം അറിയിച്ച് നഗ്നത മാറ്റിയില്ല, വിശപ്പ് മാറ്റിയില്ല, ദാഹം തീർത്തില്ല, നഗ്നത വസ്ത്രം കൊടുത്തില്ല എങ്കിൽ ജീവപുസ്തകത്തിൽ പേരുമായി ഇപ്പൊ പേരുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇനിയെങ്കിലും എനിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടി ചെയ്യണം, യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്യണം. എങ്കിലേ ഫലമുണ്ടാവുള്ളൂ. അന്ന് എന്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കും. ഞാൻ പോയിട്ടൊക്കെ വരുമ്പോ എല്ലാം റെഡി ആയിരിക്കും. ആരെങ്കിലും കർത്താവ് ഒരുക്കി വെക്കും. അത് എന്ത് തന്നെ ആയിരുന്നാലും ശരി തന്നെ. നമ്മളെല്ലാം അത് അനുഭവിക്കുന്നവരാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പോൾ ഈ ഏറ്റവും അടുത്തതാണ് ഒരു മർമ്മപ്രധാന ഭാവമാണ്. ഇപ്പൊ നിർത്താം. അടുത്തത് ഇതെല്ലാം പറഞ്ഞിട്ട്, ഈ ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്കാകുന്നു ചെയ്യാത്തതെന്ന് സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളി ചെയ്തു. ആർക്ക്? ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞാൽ എളിയവൻ. അത് അടുത്ത ആഴ്ച എടുക്കാം. ഇത് വ്യക്തമായി പറയുന്നുണ്ട് ആരൊക്കെയാണ്. ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ട് അവരോട് നമ്മൾ കോപത്ത്, അതുകൊണ്ട് അടുത്ത ആഴ്ച ആരും വരാതിരിക്കരുത്, അടുത്ത ആഴ്ച എടുക്കരുത്. ഇവിടെ പറഞ്ഞു, ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ട് നമ്മുടെ സഹോദരങ്ങളായി ഇരിക്കുന്നവരോട് കോപത്തോടോ വാശിയോടോ പകയോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ ആടുകളെ വേദനിപ്പിച്ചവരുടെ കൂട്ടത്തിൽ വരുമെന്നു. അവരുടെയും പേര് ജീവിതത്തിൽ ഉണ്ടാവില്ല. കാര്യം നേരത്തെ എന്താ പറഞ്ഞത്? ക്രിസ്തുവിനെയും ക്രിസ്തുവിനുള്ളവരെയും പീഡിപ്പിച്ചവരുടെ പേരുകൾ മാറ്റി. ബൈബിൾ നമ്മൾ 69 സങ്കീർത്തനം അല്ലേ അവിടെയും പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ തെസ്സലോനിക്കയിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൂടെയുള്ള വിശ്വാസി അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ ഭാര്യയാണല്ലോ, ഭർത്താവാണല്ലോ, കൊച്ചനാണല്ലോ, മാമനാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കാണെങ്കിൽ നമ്മൾ ജഡീക കണ്ണുകൊണ്ട് കാണുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ കാണരുത്. ക്രിസ്തുവിനുള്ളവർ, ഇത് നമ്മൾ ഈ രവിവ്രതന്റെ കാര്യം പലപ്പോഴും പറയാറുണ്ട്. കർത്താവ് സ്നേഹിച്ചു, അതുകൊണ്ട് ഇനി പുള്ളിയെ നമ്മൾ സ്നേഹിച്ചാലേ പറ്റും. കിടക്കുന്നതൊക്കെ എവിടെയാണെന്നോ ജീവിതം എന്താണെന്നോ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ലോകക്കാർ നോക്കുമ്പോൾ നമ്മൾ ആരും കൊള്ളൂല്ല. പക്ഷെ ദൈവം സ്നേഹിച്ച വ്യക്തിയാ. ആ വ്യക്തിയെ നോക്കി നമ്മൾ എതിരൊന്നും പറയാതെ സ്നേഹത്തിൽ പോയാൽ ദൈവത്തിന്റെ നന്മയും സ്നേഹം ഉണ്ടാവുകയുള്ളൂ.
മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ഇതുവരെ വായിച്ചത്. ഇതിന്റെ ഇണവചനം കിടക്കുന്നത് വെളിപ്പാട് പുസ്തകം. അടുത്ത പ്രാവശ്യം എടുക്കാം മിത്രങ്ങൾക്ക്. ഈ ഏറ്റവും ചെറിയ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ, ഈ ചെറുതെന്ന് പറഞ്ഞിരിക്കുന്നത് പൊക്കം കുറഞ്ഞതെന്നുള്ളതല്ല. നമ്മൾ ആ വിഷയം സംസാരിച്ചു. എന്തെന്ന് പറഞ്ഞത്, 1-ാം മണി നേരം വരുന്നു, 9-ാം മണി നേരം വരുന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചു. അവർക്കെല്ലാം തുല്യ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിശ്വാസം സംബന്ധിച്ചാണ്. അല്ലാതെ 1 മണിക്കൂർ മുമ്പ് വന്നത് 1/2 മണിക്കൂർ മുമ്പ് എന്നുള്ളതല്ല. എത്ര വലിയ സീനിയർ ആയിരുന്നാലും, എത്ര ഇപ്പൊ ഒരു വ്യക്തിയാണ് വന്നിരുന്നാലും, വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ ഈ വിശ്വാസത്തിന്റെ അളവാണ് കർത്താവ് നോക്കുന്നത്, തങ്ങളുടെ അളവിനനുസരിച്ച്. അപ്പോൾ ആ വിശ്വാസത്തിന്റെ പരിപൂർണരായ വിശ്വാസികളെയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. അതാണ് 9-ാം മണി നേരത്ത്, 1-ാം മണി നേരത്ത്, ഏത് നേരത്ത് വന്നിരുന്നാലും അവിടെ. ഇവിടെ ഇപ്പൊ ഈ ഏറ്റവും ചെറിയവരെന്ന് പറഞ്ഞാൽ ഈ സഭയിലിരിക്കുന്ന പാവപ്പെട്ട ഒരാള്, വീടില്ലാത്ത ആള്, അല്ലെങ്കിൽ സൈസ് ചെറുതെന്നുള്ളതല്ല, എളിമ ധരിച്ച്, താഴ്മ ധരിച്ച്. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച എടുത്താൽ എന്താ, യഹസ്കേൽ കേട്ടില്ല, യഹസ്കേൽ പ്രവാചകൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ അടിച്ചു ഉടച്ച് കുശവന്റെ കയ്യിൽ കൊടുത്തൊരു പുതിയ കളിമൺ പാത്രം ഉണ്ടാക്കുന്നത് പോലെ അവനെ 360 ദിവസം ചരിച്ച് കിടത്തി ഉപവസിക്കുന്നത് അവൻ ചെന്ന് പറയാൻ പോകുന്ന മക്കൾ ധാർഷ്ട്യവും നിഗളികളുമാണ്. അവര് ചിലപ്പോൾ അടി തരും, ഉപദ്രവിക്കും. നമ്മൾ ട്രാക്ക് കൊണ്ട് ഉപദ്രവിക്കില്ല. ഉടനെ തിരിച്ചങ്ങോട്ട് അടി കൊടുത്ത് സംസാരിക്കാൻ നിൽക്കാനല്ല, ക്ഷമയോടെ ദൈവസ്നേഹത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എളിമ ധരിക്കുന്ന ആ ഒരു എളിമയും താഴ്മയും കുറിച്ച ദൈവത്തിന്റെ ആദ്യം മുതലുള്ള രീതിയാണ്. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ 7 മുദ്ര സംസാരിക്കാൻ റെഡിയായിരുന്നപ്പോൾ മുദ്ര അവിടെ വെക്ക്, എന്റെ ജനത്തിന് എളിമ പഠിപ്പിക്കൂ, താഴ്മ പഠിപ്പിക്കൂ, ക്ഷമ പഠിപ്പിക്കൂ, ദൈവ ഇഷ്ടം. അതുപോലെ ഇവിടെ പറയാണ്, ഈ ഏറ്റവും ചെറിയ ഒരുത്തൽ നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്കാവുന്നു ചെയ്യാത്തതെന്ന് സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവരെങ്ങനെ നിത്യദണ്ഡനത്തിലേക്കും അടുത്തോ നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. അപ്പൊ ഇത് ഇവിടെ നിർത്തുകയാണ്. ഇത്രയും മനസ്സിലാക്കുക. 3 കൂട്ടരെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ കർത്താവ് വരുന്ന സമയത്ത് എടുക്കപ്പെടുന്നവർ. അവരുമായിട്ടാണ് വെള്ളസിംഹാസന ന്യായവിധിക്ക് വരുന്നത്. ആ ന്യായവിധിക്ക് വരുന്നതിന് മുമ്പ് 1000 വർഷമുണ്ട്. ഈ 1000 വർഷവും നമ്മളിലുള്ള എന്തായാലും ഒരു സഭയിൽ 3 ടൈപ്പ് ജനമുണ്ട്. നമ്മൾ അതിലാകാതിരിക്കാൻ ശ്രമിക്കാം. പോകാത്ത വ്യക്തികളും 1000 വർഷം ദണ്ഡനത്തിൽ കിടക്കും. ദണ്ഡനത്തിൽ കിടന്നിട്ട് അവിടെ നിന്ന് 2 കൂട്ടരെ വേർതിരിക്കും. അവിടെയാണ് 2 കൂട്ടരെ വേർതിരിക്കുന്നത്. ഇപ്പോഴല്ല. ഒന്ന് വിശുദ്ധന്മാർ പോയി, ന്യായവിധിയിൽ 2 പേരെ, വലത്തുള്ളവര് ഇടത്തുള്ളവര്. അത് എന്തായാലും നമ്മൾ അതിൽ പെടും. കണ്ട നാമനിഷേധം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോഴെങ്കിലും കൊണ്ടുപോകുന്നതല്ല, 1000 വർഷം അവിടെ കിടക്കണം. ഇനി ഇപ്പൊ നമ്മൾ മാനസാന്തരം, ഇനി കർത്താവെ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞാലും ദൈവം അത്ര വലിയവനാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. നമ്മളാണ്, നീ എത്ര കാലം പറഞ്ഞു മനസ്സിലാകാതെ, നീ അങ്ങനെ തന്നെ, നമ്മളാണ് വിധി എഴുതുന്നത്. നമ്മൾ ഇന്ന് ഹൃദയം തുറന്ന്, എന്റെ കർത്താവ് എനിക്ക് കഴിയാത്തത് കൊണ്ടാണ്, എന്നെ ഒന്ന് സഹായിക്കും. പക്ഷെ എന്റെ ഇഷ്ടമായിരിക്കണം. വെറുതെ ഈ വചനം കേൾക്കുമ്പോൾ പറയണതാവരുത്. എന്റെ ജീവിതം അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിൽ മരിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ ഈ സെക്കൻഡിൽ കർത്താവ് നമ്മളെ തൊടും. താഴെ നിന്ന് രാജൻ ബ്രദർ ഇവിടെ എല്ലാം ആടിയും വഴക്കം നടന്ന വ്യക്തിയാ. സ്നാനപ്പെട്ട 1-ാമത്തെ ദിവസം കൊണ്ട് ഈ ദേശം മുഴുവൻ അതിശയിച്ചു പോയി. ഇത്ര വലിയ മാറ്റം വന്നു. ഇങ്ങനെ നിന്ന വ്യക്തി ഇങ്ങനെ നിന്നതുപോലെയായി. അപ്പൊ ആ ദൈവത്തിന് ഇന്നും നമ്മെ മാറ്റാൻ കഴിയും. പക്ഷെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വിട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ, ഇല്ല എങ്കിലാണ് ഈ പറഞ്ഞത് നിത്യദണ്ഡനത്തിലേക്ക് പോകും. പക്ഷെ അവിടെയും നമ്മൾ കർത്താവിന്റെ നാമം സ്വീകരിച്ചു, ഈ സ്നാനം സ്വീകരിച്ച് വിശ്വാസത്തിൽ കർത്താവിന്റെ വരവരെ അല്ലെങ്കിൽ മരണപര്യന്തം അല്ലെങ്കിൽ ഇവിടെ ഇരുന്നത് കൊണ്ട് നമ്മൾ 2-ാമത്തെ ഗണത്തിൽ പോകും. പക്ഷെ ഇതിനകത്ത് 3-ാമത്തെ ഗണത്തിൽ പോകുന്നവർ ഇവിടെ ഉണ്ടാവും. പിന്നെ ലോകത്തോടൊപ്പം അവരെ കുറച്ചൊരു അഗ്നിയിലേക്ക് ഇടുകയുണ്ട്. ബാക്കിയുള്ളവർക്ക് നിത്യജീവൻ അപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത് അവരെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറഞ്ഞു നിൽക്കാം. ആത്മാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇത് ഇന്ന് കീളിയോട് ചർച്ചിൽ സംസാരിച്ച ഒരു കഥയാവട്ടെ കേൾക്കരുത്. ലോകം മുഴുവനും ഇതാണ് ദൈവത്തിന്റെ നീതി. പണ്ട് കാലം കണ്ണടച്ച് നിൽക്കുക. ആദിമകാലം മുതൽ ഇന്നേ കാലം വരെയും ദൈവത്തിന്റെ രീതികൾക്ക് മാറ്റമില്ലെങ്കിൽ അന്ന് ദൈവം സംസാരിച്ച പിതാവിന്റെ ഇഷ്ടം തന്നെയാണ് ഇന്നും ഈ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഉപയോഗിച്ച അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, രാജാക്കന്മാരെ, ന്യായാധിപന്മാരെ, നോഹയും മോശയും ഉപദ്രവിച്ചൊക്കെ മോശയോട് കണ്ണടച്ചിരിക്കാം. മോശയോട് ക്രുദ്ധിച്ചവരൊക്കെയും വഴിയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് മോശയുടെ സ്ഥാനത്ത് ദൈവം അപ്പോസ്തലന്മാരാക്കി, യേശുക്രിസ്തുവിനാക്കി, യേശുക്രിസ്തു അപ്പോസ്തലന്മാരാക്കി. ഇന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അതേ വചനം നമ്മുടെ ഹൃദയത്തിലാക്കിയിരിക്കുന്നു. ഇന്നും നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. നമ്മൾ ഈ ദാഹിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, നിത്യജീവന് വേണ്ടി ലഭിക്കുന്നതിന് നീതിയുടെ വസ്ത്രം കൊടുക്കണം, വചനം കൊടുക്കണം.
അതിനുവേണ്ടി, അല്ലാതെ വഴി കിടക്കുന്ന പാവപ്പെട്ടവർക്ക് കത്തോലിക്ക സഭകൾ മറ്റുള്ള ചെയ്യുമ്പോൾ ആഹാരം വാങ്ങിച്ചു കൊടുത്ത് മുണ്ടും ഉടുപ്പും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അതല്ല വസ്ത്രം, നീതിയുടെ വസ്ത്രം, ദൈവത്തിന്റെ വചനം കൊടുക്കണം. അതിനുവേണ്ടി എന്റെ ജഡീകമായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മോഹങ്ങളും എല്ലാം ഒന്ന് മാറ്റി വെച്ചാൽ യഹൂദന്മാരവിടെ കൂട്ടത്തോടെ കയറിയിരിക്കുന്നു. ഉടനെ തന്നെ അത് ഇടിക്കും യെരുശലേം ദേവാലയം. അത് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലോസ്, വാതിലടഞ്ഞു. അതിനു മുമ്പ് അല്പസമയമുണ്ട്. കർത്താവ് ഇപ്പോഴും സകലതും വിശ്വസ്തയോടെ എണ്ണം. അതാ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കൽ ക്ഷമിക്കാനും കഴിയില്ല. എന്നാൽ എന്റെ പാപം പൂർണ്ണമായി ക്ഷമിക്കണമെന്ന് പറയുകയും മറ്റുള്ളവർ എന്നോട് ചെയ്തത് ക്ഷമിക്കേണ്ട, അതങ്ങനെ നിലനിൽക്കട്ടെ, എന്നോടല്ലേ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ പ്രാർത്ഥന കേൾക്കില്ലെന്നാ വചനം പറയുന്നത്. നിങ്ങൾക്ക് വല്ലവരോടും വല്ലതുമുണ്ടെങ്കിൽ അവരോട് നിരപ്പാകുവിൻ, എന്നിട്ട് പ്രാർത്ഥിപ്പിൻ, അതേ ദൈവം കേൾക്കുള്ളൂ. അതുകൊണ്ട് അവര് അത് അടുത്ത ആഴ്ച എടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മണവാട്ടി, അല്ലാതെ യാഗപീഠത്തിന്റെ താഴെ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നു, പ്രതികാരത്തിനോട് നിലവിളിക്കുന്നത് മണവാട്ടി. ഒരു മണവാട്ടി അങ്ങനെ നിലവിളിച്ചാൽ പോകില്ല. കാര്യം മണവാട്ടി കൃപയാൽ മാത്രം രക്ഷിക്കപ്പെട്ടതാണ്, ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് യേശു മണവാട്ടിക്ക് വേണ്ടി കാണിച്ചെന്ന മാതൃക, നമ്മൾ അർഹതയില്ലാത്തതിന് ശിക്ഷിക്കപ്പെട്ടാലും ശിക്ഷിച്ചവനെ ഓർത്ത് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അല്പകാലം മാത്രമേ ഇവിടെ അവശേഷിക്കുള്ളൂ. അതിന്റെ ലക്ഷണങ്ങളെല്ലാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ ശരീരത്തിൽ ആത്മീകമായ ഒരു മാറ്റം കണ്ടില്ലെങ്കിൽ ഞാൻ ആ കർത്താവിന് മുമ്പ് ഉള്ളതുപോലെ ഇന്നും ആയിരിക്കുന്നു. ലോകം തോ മാറിക്കൊണ്ടിരിക്കുന്നു. ഇടിക്കുന്നു, പൊളിക്കുന്നു, പണിയുന്നു, നടുന്നു, വിവാഹം കഴിപ്പിക്കുന്നു, എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജലപ്രളയം വന്ന് മുടിപ്പിച്ച് കളയുവോളം അവരവരുടെ കാര്യം കാലത്തിന് അനുസരിച്ച് വചനത്തിൽ നിവർത്തിയാകുന്നു. ഞാൻ ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പുള്ള ജീവിതം തന്നെയാണ് വചനവും പാട്ടും പ്രാർത്ഥനയും ഒരു അലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഉള്ളിൽ എന്നെ ബന്ധപ്പെടുത്തുന്ന ഒരു ആത്മാവിന്റെ ഒരു പ്രേരണ പോലും വന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനും നാമം മഹത്വത്തിനായി ജീവിക്കാമെന്ന് തയ്യാറുള്ളവർ കരങ്ങൾ ഉയർത്തുക. ലൈവിലായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നാലും ഹൃദയം കൊണ്ട് നിങ്ങൾ താഴുക. കരുണയുള്ള കർത്താവേ, ദൈവത്തിന്റെ ഇഷ്ടമാണ് ഈ എളിയ ഒരുവൻ എന്ന് പറയുമ്പോൾ അത് നാം തന്നെയാകുന്നു. പുതിയതായി കേൾക്കുന്ന വ്യക്തികളായിരുന്നാലും, കരുണയുള്ള കർത്താവ് യൂട്യൂബിൽ ലൈവ് കൊടുക്കുന്നത് ആരായിരുന്നാലും ദൈവത്തിന്റെ വചനത്തിനാണ്. അല്ലെങ്കിൽ ഒരു സഭയിൽ എവിടെയോ കുറച്ച് ഒരു കൂടിയൊന്ന് കൈ ഉയർത്തിയല്ല, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിങ്ങൾ ഏത് പ്രദേശത്തിൽ നിന്ന് ഏത് സമയം എത്ര കാലത്തിന് ശേഷം കേട്ടാലും, കർത്താവിന്റെ അവർ താമസിക്കുന്നതിനെങ്കിൽ മുമ്പായിട്ട് കേട്ടാൽ ആ നിമിഷം കർത്താവ് ഇറങ്ങി വരും. കാര്യം ദൈവത്തിന്റെ വചനം അത് ദൈവം തന്നെയാകുന്നു. എവിടെയായിരുന്നാലും അത് ക്രിയ ചെയ്യും. കരുണയുള്ള കർത്താവെ, നാം കരങ്ങളെ ഉയർത്തിയിരിക്കുന്നു. ഒരിക്കലും ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വഴി നടത്തി ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ അവൻ ഒന്നാമത് താൻ തന്നെ ക്രിസ്തുവിൽ മരിപ്പിക്കണം. കരുണയുള്ള കർത്താവെ, എന്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കുടുംബപ്രകാരം വന്ന ജീനുകൾ ആണ് എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. കോപം, ക്രോധം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, ജാരശങ്ക, ഒരേ അപ്പത്തിന്റെ ഓഹരിക്കാര, ഒരേ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഒരേ അപ്പത്തിന്റെ ഓഹരിക്കാരായിട്ട് പോലും അങ്ങോട്ട് ഭിന്നത ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്നിട്ട് അങ്ങനെ ഭിന്നത വരുന്നുവെങ്കിൽ എത്ര കൊടിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അതുകൊണ്ട് കരുണയുള്ള കർത്താവെ, നമ്മളോട് പൂർണ്ണമായി ക്ഷമിക്കണമേ. ചെന്നായ്ക്കളിടയിൽ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുമ്പോൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാൻ, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കാൻ, ചെമ്മരിയാടിനെ പോലെ ഇടയന്റെ പാദം നോക്കി മാത്രം ഇടയൻ തരുന്ന ആഹാരം ഭക്ഷിച്ചുകൊണ്ട് അത് ജീവനിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. എന്റെ ബുദ്ധി അബലമാകട്ടെ. എന്റെ ശരീരമാകുന്നു എന്റെ ഏറ്റവും വലിയ ശത്രു, എന്റെ ജഡമാകുന്നു ഏറ്റവും വലിയ ശത്രു. ലോകത്ത് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുകയും എന്നാൽ നിങ്ങൾ ജീവിക്കും. കരുണയുള്ള കർത്താവെ, അതുപോലെ തന്നെ അങ്ങയുടെ ഒരു ഇഷ്ടമാണ്. ലോകത്ത് വിശന്ന് കിടക്കുന്നു, ദൈവത്തിന്റെ വചനത്തിനായി ആത്മാവിൽ ദരിദ്രനായവർ കിടക്കുന്നു, ദുഃഖിക്കുന്നവരുണ്ട്. കർത്താവെ, നീതിയുടെ വസ്ത്രത്തിന് വേണ്ടി ശരിയായ വെളിപ്പാടില്ലാതെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കൺവെൻഷനത്തിന് പോകുമ്പോൾ 2-3 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഒരു ദൈവവചനം പറയാതെ കളി തമാശകൾ പറഞ്ഞു വെറുതെ ലോകകാര്യം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവെ, ഒരു വെളിപ്പാടിന് വേണ്ടി ദാഹിക്കുന്ന ആരും ഇതിനകത്തില്ലേ? ആ തമാശകൾ കേട്ട് എഴിച്ചു പോകുന്നു. എന്നാൽ വചനം പറയുന്നു, ആത്മാവിൽ ദരിദ്രനായും ദുഃഖിക്കുന്നവന് നീതിയുടെ വസ്ത്രത്തിന് വേണ്ടിയിട്ടും വെള്ളത്തിനായി അപ്പത്തിനായി ദാഹിക്കുന്നവൻ അവിടെ ഉണ്ട്. അവന്റെ ഈ കാലത്തിന്റെ സന്ദേശം കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ളവർ കൊണ്ടുപോകുന്നതല്ല കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ വെളിപ്പാടൊരു താലന്താകുന്നു. ഇത് ലഭിച്ചിട്ട് കൊണ്ട് കുഴിച്ചിടുന്നവന്റെ ദുഷ്ടദാസനെ എന്ന് വിളിക്കും. അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവെ നമ്മെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ മണവാട്ടി എന്ന് കണക്കിടാൻ ആർക്കും കഴിയില്ല. കൃപയാൽ മാത്രം. ചെയ്യാൻ കഴിയാത്തവർ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. കാര്യം വാതിൽ അടച്ചിട്ടില്ല. വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷ ലോകത്ത് നടക്കുന്നു. ഇവിടെ വാതിൽ തുറന്നിരിക്കുന്നു. വാഗ്ദത്തം പ്രാപിപ്പാൻ ഇപ്പോഴും സമയം അവശേഷിച്ചിരിക്കുന്നു. തത്സമയത്തെ സഹായത്തിന് ധൈര്യത്തോടെ കൃപാസംഹാസനം വരുവാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവേ,
നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതൊരു മാറ്റമാവട്ടെ കർത്താവെ. ആത്മാവിന്റെ ഞാൻ ഇതുവരെ ഞാൻ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ജഡം എന്റെ ദൈവത്തിന്റെ ആത്മീക പ്രവർത്തനത്തിനായി പുറകോട്ട് വലിക്കുന്നെങ്കിൽ ജഡത്തെ അഫലമാക്കണം. ഓ സാത്താൻ എന്ന് പറയണം. ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ബുദ്ധിമുട്ടിയാലും പ്രയാസപ്പെട്ടാലും, അതല്ലെങ്കിൽ ഞാൻ സാധാരണ ഇതിൽ പോകുന്ന വഴിക്ക് ഒരു ട്രാക്ടെങ്കിലും കൊടുക്കും, ഇല്ലെങ്കിൽ ആരോടും സുവിശേഷം പറയും, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുമെന്നുള്ളൊരു ഉറച്ച പ്രതിജ്ഞയോടുകൂടെ നിന്ന് പോകുവാനും, ആ പ്രതിജ്ഞ തെറ്റിക്കാൻ പിശാച് പല തന്ത്രങ്ങൾ പണിയുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് വചനം പറയുന്നു. കർത്താവെ, അത് ജയിച്ച് ക്രിസ്തയേശുവിനോട് കൂടെ ആയിരിക്കാൻ നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കാരണമുള്ള കർത്താവെ, അങ്ങ് നമ്മെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.